शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चल कर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ओम शांति। ശുഭാബ കയാദ് ഹെ. മുരളി ഡേറ്റാണ് 16/1/2026. ബാബയുടെ ഇന്നത്തെ മഹാവാക്യത്തിൽ ബാബ ലോകത്തിലെല്ലാവരും കർമ്മം ചെയ്യും, കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ബാബ മാത്രമാണ് നിഷ്കാമ സേവകൻ. അതിനെക്കുറിച്ച് ബാബയുടെ ഇന്നത്തെ മഹാവാക്യം മുരളി കേൾക്കാം. मीठे बच्चे, तुम जो भी कर्म करते हो उसका फल अवश्य मिलता। നിഷ്കാം സേവ തോ കേവൽ ഏക് ബാപ്പ് ഹി കർത്തി ഹെ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്തെല്ലാം കർമ്മം ചെയ്യുന്നുവോ അതിൻ്റെ എല്ലാം ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. നിങ്ങൾ എന്തെല്ലാം കർമ്മം ചെയ്യുന്നുവോ അതിൻ്റെ എല്ലാം ഫലം തീർച്ചയായും ലഭിക്കും. എന്നാൽ ഒരേ ഒരു ബാബ മാത്രമാണ് നിഷ്കാമ സേവനം ചെയ്യുന്നവൻ. ഒരേ ഒരു ബാബ മാത്രമാണ് നിഷ്കാമ സേവനം ചെയ്യുന്നവൻ. प्रश्न, ये क्लास बड़ा वंडरफुल है, कैसे? यहाँ मुख्य मेहनत कौन सी करनी होती है?
ഈ ഒരു വിദ്യാലയം അഥവാ ഈ ക്ലാസ് ബാബ പറയണം വളരെയധികം അത്ഭുതകരമാണ്. എങ്ങനെ? ഇവിടെ ഏത് കാര്യത്തെയാണ് പ്രധാനമായും പരിശ്രമിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ ഈ ക്ലാസ് മുറി അല്ലെങ്കിൽ ഈ വിദ്യാലയം വളരെ അത്ഭുതകരമാണ്. ഇങ്ങനെ ഇവിടെ പ്രധാനമായും പരിശ്രമിക്കേണ്ട കാര്യം ഏത്? പിന്നെയോ? അടുത്ത ജന്മത്തിലേക്കുള്ള സ്വയം ഭഗവാൻ പഠിപ്പിക്കുന്നു. അറിയോ മാതാജിയോ? ബാബ ഈ ക്ലാസിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് പറയാണ്. यही एक क्लास है जिसमें छोटे बच्चे भी बैठे हैं तो बूढ़े भी बैठे हैं. ബാബ പറഞ്ഞു തരണ ഈ ഒരേ ഒരു ക്ലാസ്സിലാണ് കൊച്ചു കുട്ടികളും ഉണ്ടാകും, അതുപോലെ തന്നെ വൃദ്ധരും ഉണ്ടാകും. അതായത് പ്രായഭേദം ഇല്ല. എല്ലാവർക്കും മുരളി, എല്ലാവർക്കും ഒരേ ടീച്ചർ അല്ലേ, എല്ലാവർക്കും ഒരേ ലക്ഷ്യം, ഒരേ ക്ലാസ്സാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞു തരാണ് ഈ ഇവിടുത്തെ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഇതാണ്. കൊച്ചു കുട്ടികളും ഇരിക്കും, അതുപോലെ തന്നെ വൃദ്ധരും ഉണ്ടായിരിക്കും. ബാബ പറയുന്നു ഈ ക്ലാസ്സിൽ മറ്റൊരു അത്ഭുതം കാണാൻ പറ്റുന്നത്, ഇസ്മേ അഹല്യായ കുബ്ജായ സാധു ബി ആക്ക് ഏക് ദിൻ യഹാ ബൈഠേഗ. ബാപ്പന് അത്രയും മഹത്വപൂർണ്ണമുണ്ട് ഈ ഒരു ക്ലാസ്സിന്. ഇതിൽ അഹല്യകളും കൂനന്മാർ അല്ലെങ്കിൽ കൂനികളും സാധു സന്യാസിമാരും ഒരു നാൾ ഇവിടെ വന്നിരിക്കും. യഹാ ഹൈഹി മുഖ്യ യാദ് കി മെഹനത്ത്. ഇവിടെ ഓർമ്മയിലിരിക്കാനുള്ള പ്രയാസം അല്ലെങ്കിൽ പരിശ്രമമാണ് ചെയ്യേണ്ടത്. ബാബ ഇത് അന്ന് പറഞ്ഞ മുരളി, പക്ഷെ ഇന്ന് എല്ലാ പ്രകാരത്തിലുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. ഇപ്പം മധുവന ഭൂമിയിൽ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും എല്ലാ പ്രകാരത്തിലുള്ളവരും ഉണ്ടായിരിക്കും. യാദ് സഹി ആത്മ ശരീർ കി നാച്ചർ ക്യൂർ ഹോത്തി. കാരണം ഓർമ്മയിൽ കൂടിയാണ് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും നാച്ചർ ക്യൂർ നടക്കുക. परंतु याद के लिए भी ज्ञान चाहिए. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന നാച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ബാബ സ്വഭാവ സംസ്കാരത്തിൻ്റെ പരിവർത്തനം എന്നാണ്. പക്ഷെ ബാബ പറഞ്ഞ അതിനു വേണ്ടി ഓർമ്മയിലിരിക്കാനുള്ള ജ്ഞാനവും വേണം. ഓർമ്മ വെറുതെ നടക്കില്ലല്ലോ, ഓർമ്മിക്കാനും കൂടി എന്ത് വേണം? ജ്ഞാനം അഥവാ അറിവ് വേണം. അപ്പം അതുകൊണ്ട് ബാബണ് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ബാബ എന്താ പറഞ്ഞത്? കൊച്ചുകുട്ടികളും വൃദ്ധരും പഠിക്കും. അതുപോലെ ഒരു നാൾ ബാബപ്പണി ഇവിടെ അഹല്യമാരും അതുപോലെ തന്നെ കൂനികളും സാധു സന്യാസിമാരും ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ തുടങ്ങും. അപ്പം ഇവിടെ നമുക്ക് പരിശ്രമിക്കേണ്ട കാര്യം ഒരു കാര്യത്തിൽ മാത്രമാണ്, അതാണ് ഓർമ്മ. അപ്പോൾ ബാപ്പണി ഓർമ്മയുടെ ശക്തിയിലൂടെയാണ് ആത്മാവിൻ്റെ ശരീരത്തിൻ്റെയും ആ ഒരു പരിവർത്തനം ഉണ്ടാവുക. രണ്ടിനും നേച്ചറുണ്ടല്ലോ, ആത്മാവിനും നേച്ചറുണ്ട്, ഈ ദേഹത്തിനും നേച്ചറുണ്ട്. രണ്ടിൻ്റെയും സ്വഭാവ സംസ്കാര വ്യത്യാസമാണ്. പക്ഷെ ഒറ്റ വാക്കിൽ പറയുമ്പോൾ പവിത്രമായി മാറുക അല്ലേ, ആ ഒരു പരിവർത്തനം അതിൽ വരണം, പാവനാവസ്ഥയിലേക്ക് മാറുക. അപ്പോൾ ബാബയുടെ ഓർമ്മയിൽ കൂടി മാത്രമേ സാധ്യം. എന്നാൽ ഓർമ്മിക്കാൻ വേണ്ടി നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. ഗീത് രാത് കെ രാഹി തക്മത്ത് ജാന. രാത്രിയിലെ യാത്രക്കാരെ ക്ഷീണിക്കാതിരിക്കൂ. അപ്പോൾ ഭക്തിയാകുന്ന രാത്രിയിലൂടെയാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. അപ്പോൾ ബാബ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ധൈര്യം പകർന്നു നൽകുകയാണ്, ക്ഷീണിക്കാതിരിക്കൂ. കാരണം പകലാകുന്ന എന്താണ് സ്വർഗം അല്ലെങ്കിൽ പുതിയ ലോകം വരവായി എന്ന് ബാബ ഓർമ്മപ്പെടുത്തുകയാണ്. ഓം ശാന്തി. मीठे मीठे रूहानी बच्चों ने गीत सुना. रूहानी बाप बच्चों की इसका अर्थ भी समझाते हैं. ഇവിടെ മധുര മക്കൾ ഗീതയുടെ വരികൾ കേട്ടു. അപ്പം ആത്മീയ ബാബ തന്നെയാണ് തൻ്റെ മക്കൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരുന്നത്.
वंडर तो यह है गीता अथवा शास्त्र आदि बनाने वाले इनका अर्थ नहीं जानते. അപ്പോൾ ബാബ പറഞ്ഞ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് എഴുതിയവരാകട്ടെ പാടിയവരാകട്ടെ അതോ മറ്റ് ശാസ്ത്രങ്ങൾ എഴുതിയവരാകട്ടെ അതിൻ്റെ ഒന്നും അർത്ഥം അവർക്കറിയില്ല. ഹരേക്ക് ബാത്ത് കാ അനർത്ഥ ഹി നിക്കാൽത്തെ रूहानी बाप को ज्ञान का सागर पतित पावन है, वो बैठ इसका अर्थ बताते हैं. അപ്പോൾ ബാബ പറഞ്ഞു തരണ ഏതൊരു ശാസ്ത്രം വായിക്കുകയാണെങ്കിലും പോലും അതവർ പിന്നീട് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോഴെന്താകും അവരുടേതായിരിക്കുന്ന അർത്ഥം ഉൾക്കൊണ്ടിട്ടാണ് പറയാം. അതുകൊണ്ട് ബാപ്പണ് ഏതൊരു കാര്യത്തെക്കുറിച്ച് അനർത്ഥങ്ങളാണ് പറഞ്ഞുണ്ടാക്കിയത്. ഇവിടെ ആത്മീയ അച്ഛൻ ജ്ഞാനത്തിൻ്റെ സാഗറിനും പതീത പാവനുമാണ്. അപ്പോഴവരിരുന്ന് നമ്മൾക്ക് എല്ലാത്തിൻ്റെയും അർത്ഥം പറഞ്ഞു തരികയാണ്. രാജയോഗം പഠിപ്പിക്കുന്നതും ബാബ തന്നെയാണല്ലോ. അപ്പോൾ ബാപ്പണ് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം അഭി ഫിർ സെ രാജ്യോം കാ രാജ ബനാ രഹേ ഹെ. അപ്പോൾ ബാബ നമ്മൾ കുട്ടികൾക്ക് രാജയോഗം പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വീണ്ടും തൻ്റെ കുട്ടികളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റാൻ. സ്കൂൾ മേ ഐസെ കോയി തൊടെ ഹി കേഗ കി ഹം ഫിർ സെ ബാരിസ്റ്റർ ബനത്തെ. ബാപ്പണ് ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിപ്പോൾ മെഡിക്കലിലാകട്ടെ എൻജിനീയറിംഗ് ആകട്ടെ ബാരിസ്റ്ററി ആകട്ടെ അവിടെ ഒരിക്കലും നമുക്ക് ഈ ഒരു ഉള്ളിലൊരു ബോധം ഉണ്ടാവില്ല. നമ്മൾ വീണ്ടും വക്കീലായിക്കൊണ്ടിരിക്കുകയാണ്, വീണ്ടും നമ്മൾ ഡോക്ടറായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ എൻജിനീയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ലല്ലോ പഠിക്കുക. നമ്മൾ ഫസ്റ്റ് ടൈം പഠിക്കുന്നത് പോലെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫിർ സേ യേ അക്ഷർ കിസ്കോ കേനെ നഹി ആയേഗ. അതായത് വീണ്ടും എന്നുള്ളൊരു പദം അല്ലെങ്കിൽ ആ ഒരു അക്ഷരം മറ്റാർക്കും തന്നെ പ്രയോഗിക്കാൻ അറിയില്ല, അതോ പറ്റുകയുമില്ല. തും കേത്തി ഹോ അം 5000 വർഷ പേലെ മിസൽ ഫിർ സേ ബേഹദ് കെ ബാപ് സെ പഠിത്തെ. പക്ഷെ നിങ്ങൾ കുട്ടികൾ പറയും 5000 വർഷങ്ങൾക്ക് മുമ്പത്തെ പോലെ തന്നെ ഇപ്പോൾ വീണ്ടും ബാബയിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യേ വിനാശ് ബി ഫിർ സേ ഹോനാ ഹെ. അതായത് വിനാശവും കൂടി എന്താകും? വീണ്ടും സംഭവിക്കുക തന്നെ വേണം. കിത്തനെ ബഡേ ബഡേ ബോംബ്സ് ബനാത്തെ രഹത്തെ ബഹുത് പവർഫുൾ ബനാത്തെ. വിനാശത്തിന് വേണ്ടി എത്രയെല്ലാം ശക്തമായിരിക്കുന്ന ബോംബ്സുകളാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാബ പറഞ്ഞു വളരെ പവർഫുൾ ആയിരിക്കുന്നതാണ്. ഇവിടെ മാത്രം പൊട്ടിത്തെറിക്കല്ല. ബാബ പറഞ്ഞു ഒരു നാടിനെ ഒരു രാജ്യത്തെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട് എന്ന്. രഖ്നെ കെ ലിയെ തോ നഹി ബനാത്തെ ന, യേ വിനാശ് ബി ശുഭ കാര്യ കെ ലിയെ ഹെ. അപ്പോൾ ബാബ പറഞ്ഞു തരണം ഇതൊക്കെ ഷോ പീസായിട്ട് വെക്കാനുള്ളതല്ലല്ലോ ബോംബ്സൊക്കെ. ബാബ പറഞ്ഞു ഇന്നല്ല നാളെ അവരെന്താക്കും? അത് പൊട്ടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ബാപ്പണ് വിനാശം കൂടി ശുഭകാര്യം തന്നെയാണ്. തും ബച്ചോം കോ ഡർണിക്ക് കോയി ദർക്കാർ നഹി. വിനാശമായാലാണ് സ്വർഗം അവിടെ വരിക. അപ്പം അതുകൊണ്ട് തന്നെ ബാബ പറഞ്ഞു വിനാശത്തിൻ്റെ പല ദൃശ്യങ്ങളും കാണേണ്ടതായിട്ട് വരും. അപ്പോഴും ബാബ പറഞ്ഞു നിങ്ങൾ കുട്ടികൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. യഹേ കല്യാൺകാരി ലഡായി. കാരണം എന്താ? ഇത് മംഗളകാരിയായിരിക്കുന്ന ഒരു യുദ്ധമാണ്. കാരണം ഈ യുദ്ധത്തിലൂടെ എന്താകണം? പൂർണ്ണ പരിവർത്തനം ഈ ലോകത്ത് സംഭവിക്കണം. ബാബയും കൂടി വന്നിരിക്കുന്നത് മംഗളം ചെയ്യുവാനാണല്ലോ. കേത്തെ ബി ഹേ ബാപ് ആക്ക് ബ്രഹ്മ ദ്വാര സ്ഥാപന ശങ്കർ ദ്വാര വിനാശ് കാ കാര്യ കരാത്തേ. അതായത് ബാബ പറയുകയാണ് ഞാൻ വന്നിരിക്കുന്നത് തന്നെ ബ്രഹ്മാവിലൂടെ സ്ഥാപനയും ശങ്കറിലൂടെ വിനാശത്തിൻ്റെ കർത്തവ്യം ചെയ്യിപ്പിക്കാനാണ്. സ്വയം ബോംബ്സ് ആദി ഹൈഹി വിനാശ് കേലിയെ. അങ്ങനെയാണ് ഓരോരുത്തർക്ക് പ്രേരണ കിട്ടി ബോംബ്സും അതും ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ബാപ്പണ് ഈ ബോംബുകളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വിനാശത്തിലേക്ക് വേണ്ടിയാണ്. ഇൻസെ ജാസ്തി ഓർ തോ കോയി ചീസ് ഹൈ നഹി. ഇതിനേക്കാളും ബാബ പറഞ്ഞ അത്രയും പവർഫുൾ ആയിരിക്കുന്ന മറ്റൊരു വസ്തുവുമില്ല. സാത്ത് സാത്ത് നാച്ചുറൽ കലാമിറ്റീസ് ബി ഹോത്തി. ഒരു ഭാഗത്ത് മനുഷ്യനാൽ വിനാശത്തിലേക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ബോംബുകൾ, അതിലൂടെ എന്താകും? നാശങ്ങളുണ്ടാകും. മറ്റൊരു ഭാഗത്ത് ബാബ പറഞ്ഞ പ്രകൃതിയുടെ വികോപങ്ങളും. ഉൻകോ കോയി ഈശ്വരി കലാമിറ്റീസ് നഹി കേങ്കെ. നമ്മൾ പലപ്പോഴും ഭക്തിയിൽ പറയാറുണ്ടല്ലോ, നല്ലത് നടന്നാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്തരത്തിലുള്ള അപകടങ്ങൾ പ്രാകൃതികമായിരിക്കുന്ന എന്തെങ്കിലും വികോപങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ പറയും ഇതൊക്കെ ഈശ്വരൻ്റെ ലീലകളാണെന്ന് പറയും. പക്ഷെ ബാബപ്പണി ഇതൊന്നും ഈശ്വരൻ്റെ ലീലകളല്ല. ഈ കുതിരത്തി ആപ്പതായ ഡ്രാമമേ നൂന്ത്. ഇതിക്ക് സമയാനുസാരം എന്തൊക്കെ നടക്കണം എന്നുള്ളത് മുൻകൂട്ടി ഈ നാടകത്തിൽ എന്താണ് ഫിക്സ് ആയിരിക്കുന്ന കാര്യങ്ങളാണ്. ये कोई नई बात नहीं. അതുകൊണ്ട് ബാപ്പൺ ഇതൊന്നും പുതിയ കാര്യമല്ല. कितने बड़े बड़े बॉम्ब्स बनाते रहते कहते हम शहरों के शहर ख़त्म कर देगा.
അപ്പോൾ ബാബ പറഞ്ഞ അതിനുള്ള ആൾക്കാരും തയ്യാറാകും, അതിനനുസരിച്ച് അതിനുള്ള നാശത്തിനുള്ള ബോംബ്സുകളും തയ്യാറാക്കും. എന്നിട്ട് അവർ തന്നെ പറയും, മനുഷ്യൻ തന്നെയാണ് മനുഷ്യനെ കൊല്ലുന്നത്. അപ്പോൾ അവർ പറയും നമ്മൾ പട്ടണങ്ങൾ, നഗരങ്ങൾ, രാജ്യങ്ങൾ തന്നെ ഇല്ലാതാക്കുമെന്ന്. अभी जो जापान की लड़ाई में बॉम्ब्स चलाए ये तो बहुत छोटे थे. സെക്കൻഡ് വേൾഡ് വാറിൽ ജപ്പാൻ അല്ലേ, ഹിരോഷിമ നാഗസാക്കിയിൽ ബാപ്പണ് അവിടെ എന്താണ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയത്, ബാപ്പണ് ചെറിയ ചെറിയ ബോംബായിരുന്നു. അതിൽ നിന്ന് വീണ്ടും അവരെന്തായി റിഫൈൻ ചെയ്ത് ഇപ്പോൾ ആറ്റം ബോംബ്. ബാബ ഇതിൻ്റെ ഇടയ്ക്ക് മുരളിയിൽ പറയായിരുന്നു, ഇനി വരുന്ന ബോംബ് ഇട്ടാൽ മനുഷ്യൻ പൊട്ടിത്തെറിക്കുന്നതും അറിയാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. വെറും അവൻ്റെ അസ്ഥി കൂടെ മാത്രം ഇങ്ങനെ വീഴും പോലും. അത്രയും ശക്തിയുള്ള ബോംബുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. अभी तो बड़े बड़े बॉम्ब्स बनाए, जब जास्ती मुसीबत में पड़े सहन नहीं कर सकते तो फिर बॉम्ब शुरू कर देता, कितना नुकसान होगा वो भी ट्रायल करके देख रहे हैं. അപ്പോൾ ബാബ പറഞ്ഞ തരുന്ന അതിയായ ശക്തമായിട്ടുള്ള മറുവശത്തുനിന്ന് നമുക്ക് യുദ്ധം വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് ഈ ബോംബൊക്കെ പ്രയോഗിക്കുക. അപ്പോൾ ബാബ പറഞ്ഞ എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ബോംബ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ല, അത് ഫസ്റ്റ് അവർ ട്രയൽ ചെയ്ത് നോക്കുകയും ചെയ്യും. അറബോ റുപ്യ ഖർച്ച് കർത്തി ബോംബ് ഉണ്ടാക്കാൻ കോടികൾ സമ്പത്തുകൾ എന്താകും, ചിലവാക്കും. ഇൻ ബനാനെ വാലോം കി തൻഖ്വാ ബി ബഹുത് ഹോത്തി. ഇനി ബോംബ് ഉണ്ടാക്കുന്നവർക്കും കൂടി എന്തുണ്ടാവും, അവരുടെ ശമ്പളമൊക്കെ വളരെ കൂടുതലായിരിക്കും. तो तुम बच्चों को खुशी होनी चाहिए പുരാനി ദുനിയാക്ക് വിനാശത്തിന് വേണ്ടി നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ബാബ പറഞ്ഞു തരണം, നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകണം, കാരണം പഴയ ലോകത്തിൻ്റെ വിനാശം സംഭവിക്കുക തന്നെ ചെയ്യും. തും ബച്ചെ നയി ദുനിയാക്കേലെ പുരുഷാർത്ഥ് കർ രഹേ ഹോ. നമ്മൾ വിനാശം ചെയ്യാനുള്ള പുരുഷാർത്ഥമല്ല, ബാബ പറഞ്ഞു നിങ്ങൾ പുതിയ ലോകം സ്ഥാപിക്കാനുള്ള പുരുഷാർത്ഥാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവേക് ബി കേത്ത പുരാനി ദുനിയ ഖത്തം ഹോനി ഹേ സറൂർ. അപ്പം നമ്മുടെ വിവേകം ഉൾക്കൊള്ളുന്ന സത്യമാണ് ഏത്, തീർച്ചയായിട്ടും വിനാശം സംഭവിക്കും. ബച്ചെ സമസ്തേ കലിയുഗമേക്ക സത്യയുഗമേക്ക ഹോക. ഇതുവരെ നമ്മൾ വിനാശം വിനാശം എന്ന് പറയുമ്പോൾ ജനങ്ങളൊക്കെ കളിയാക്കുമായിരുന്നു. ഇപ്പം അവർക്ക് തന്നെ എന്തായി തോന്നാൻ തുടങ്ങി, ഇത് സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, പഴയ ലോകത്തിൻ്റെ വിനാശം സംഭവിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ബാപ്പണ് നിങ്ങൾ കുട്ടികളിൽ ആ ഒരു സന്തോഷമുണ്ട്. കാരണം എന്താ, നിങ്ങൾക്കറിയാം കലിയുഗം എന്താണ്, സത്യുഗം എന്താണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് അല്ലേ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന എവിടെയാണ്, സംഗമികത്തിൽ. നിങ്ങൾ മക്കൾ മനസ്സിലാക്കുന്നുണ്ട്, സത്യുഗത്തിൽ ഇത്രയധികം മനുഷ്യരൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല. ഈ കാണുന്ന എല്ലാ ജനസംഖ്യ എന്താകും, ഇല്ലാതാകും. ये कुदरती आपदाएं कल्प पहले भी हुई थी, पुरानी दुनिया खत्म होना ही है. അപ്പോൾ ബാപ്പണി ഈ കാണുന്ന ആപത്തുകളൊക്കെ, വിപത്തുകൾ എന്തോ ഈ പ്രകൃതിയുടെ വികോപങ്ങളാകാം, അതോ ബോംബ്സിൻ്റേതാകാം. ബാപ്പണി ഇതൊക്കെ എന്താണ്, മുന്നും സംഭവിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ഈ പഴയ ലോകം വിനാശം ചെയ്യാൻ വേണ്ടി വീണ്ടും ഇതൊക്കെ ആരംഭിക്കും. കലാമിറ്റീസ് തോ ഐസി ബോത്ത് ഹോത്തിയായി. ബാപ്പണ് പ്രകൃതിയുടെ വികോപങ്ങളൊക്കെ ചെറുതോതിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പരന്തു വോ ഹോത്തി ഹേ തോടെ അന്താസ്മേ. അതിൻ്റെ നാശനഷ്ടമൊക്കെ വളരെ ചെറിയ ചെറിയ ഭാഗത്ത് മാത്രമേ നമുക്ക് കണ്ടുവരുന്നുള്ളൂ. അഭിത്തെ പുരാനി ദുനിയ സാരി ഖത്തം ഹോനി ചായ്. പക്ഷെ ബാബ പണി ചെറിയ ചെറിയ ഭാഗത്ത് മാത്രമല്ലല്ലോ, ലോകത്തിൻ്റെ ആ മൂലയിൽ ഈ മൂലയിൽ മാത്രം എന്താണ്, ചിലപ്പോൾ ഭൂകമ്പം ഉണ്ടാകാം, ചിലപ്പോൾ ഉരുൾപൊട്ടുണ്ടാകാം, അങ്ങനത്തെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ബാബ പറഞ്ഞ് സംഭവിക്കേണ്ടത് എന്താ, മുഴുവൻ ലോകത്തിൻ്റെ വിനാശമാണ്. പരന്തു വോ തോ തോടെ ഹി അന്താജ് മേ ഹെ. അപ്പോൾ ബാബ പറഞ്ഞ മുഴുവൻ പഴയ ലോകം ഇല്ലാതാക്കണം. തും ബച്ചോങ്കോ ബഹുത് ഖുഷി ഹോനി ചായ്. അതിൻ്റെ ഇടയിൽ ബാബ വീണ്ടും പറയാണ്, ഇതൊക്കെ കാണുമ്പോഴും നമ്മൾ കുട്ടികളുടെ ഉള്ളിൽ എന്തുണ്ടാകണം, സന്തോഷം. നമ്മൾ റുഹാനി ബച്ചോങ്കോ പരംപിത പരമാത്മാ ബൈറ്റ് സംജാത്തി ഹെ. അപ്പോൾ ഓരോ കാര്യങ്ങളും ആത്മീയ മക്കളായിരിക്കുന്ന നമുക്ക് പരംപിത പരമാത്മാവായിരിക്കുന്ന ബാബ മനസ്സിലാക്കി തരാൻ. യേ വിനാശ് തുമാരേ ലിയേ ഹോ രഹാ ഹെ. അപ്പോൾ ബാബ പറഞ്ഞ് വരാൻ പോകുന്ന വിനാശം ഇത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അത് സംഭവിച്ചാൽ മാത്രം എന്താകൂ, നമുക്ക് വേണ്ടി സത്യുഗി രാജധാനി സ്ഥാപിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗായനമുണ്ടല്ലോ, രുദ്രജ്ഞാന യജ്ഞത്തിലൂടെ എന്താകുന്നു, വിനാശജ്വാലയാണ് പ്രകടമാകുന്നത്.
कई बातें गीता में है, जितना अर्थ बड़ा अच्छा है, परंतु कोई समझते थोड़े ही है. ബാബ പറഞ്ഞ ഭഗവത്ഗീതയിൽ ചില കാര്യങ്ങളൊക്കെ അർത്ഥസഹിതമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പറഞ്ഞാൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ബാബ പറയണ് അതിൻ്റെ അർത്ഥമൊന്നും ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ബാബ പറയുന്നു, ഇന്ന് ലോകം മുഴുവൻ ശാന്തി യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. തും കേത്തി ഹോ ജൽദി വിനാശോ തബ് ജാക്കർ സുഖി ഹോവേ. പക്ഷെ ബാബ പറയണ ശാന്തി എന്നോ സുഖമെന്നോ നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് കിട്ടുകയില്ല. സത്യുഗത്തിലെ സുഖമൊന്നും ഇവിടെ കിട്ടുകയില്ല. ആത്മാവിൻ്റെ യഥാർത്ഥ സുഖമൊന്നും നമുക്കിവിടെ കിട്ടുകയില്ല. അപ്പോൾ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം എത്ര പെട്ടെന്ന് വിനാശം സംഭവിക്കുന്നുവോ അത്രയും നമ്മൾ എന്താകും, സുഖം അനുഭവിക്കും. तो बाबा कहते सुखी तब होंगे जब സത്തോപ്രധാൻ ഹോഗ. ബാബ പറഞ്ഞ നമ്മൾ ആത്മാവ് പുരുഷാർത്ഥം ചെയ്ത് സത്തോപ്രധാനായെങ്കിലും പ്രകൃതിയും കൂടി എന്താകണം, സത്തോപ്രധാനമാകണം. അതുകൊണ്ടാണ് ബാബ പറഞ്ഞ എത്രമാത്രം നിങ്ങൾ സത്തോപ്രധാനമാകുന്നു അത്രത്തോളം നിങ്ങൾ സുഖം അനുഭവിക്കാൻ തുടങ്ങും. तो बाप अनेक प्रकार की पॉइंट्स देते कि कोई की बुद्धि में अच्छी रीति बैठती है, कोई की बुद्धि में कम. ബാബ അത്രയും നല്ല വിസ്താരത്തിലാണ് ഓരോ പോയിന്റുകളും നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. പക്ഷെ ചില കുട്ടികളുടെ ബുദ്ധിയിൽ അതിരിക്കും, ചിലർ കുട്ടികളുടെ ബുദ്ധിയിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. ബൂഡിയ സമസ്തി ഹേ ഷു ബാബാക്കോ യാദ് കർണ ഹേ ബസ്. ഇപ്പോൾ ബാപ്പണ് ഒരേ ക്ലാസ്സുകളിലാണല്ലോ യുവാക്കളും ഉണ്ട്, കുട്ടികളും ഉണ്ട്, അതുപോലെ തന്നെ വാനപ്രസ്ഥ അവസ്ഥയിലുള്ളവരും ഉണ്ട്. അപ്പോൾ ബാപ്പണ് കൂടുതലൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും വൃദ്ധരായിരിക്കുന്നവർക്ക് അറിയാം ശിവബാബയെ ഓർമ്മിക്കണം. ഉൻകേലെ സംജായ ജാത്ത അപ്പനേക്കോ ആത്മാ സമജ് ബാപ്കോ യാദ് കർണ. അപ്പോൾ ബാബ പറഞ്ഞ അങ്ങനെയുള്ള അമ്മമാർക്ക്, അങ്ങനെ പ്രായമുള്ളവർക്ക് ബാബ ഒറ്റ കാര്യമേ പറയുള്ളൂ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കുക. ഫിർബി വർഷത്തോ പാലേത്തെ. അത്ര ഉണ്ടായെങ്കിലും ബാബ പറയണ ബാബയിൽ നിന്ന് സ്വത്ത് എടുക്കുമല്ലോ. സാത്മേ റഹത്തെ, ബാബയുടെ കൂടെ കഴിയും. പ്രദർശനി മേ സബ് ആയെങ്കിൽ अजामिल जैसे पापा आत्माओं को गणिकाओं को आदि सबका उद्धार होने का है. അപ്പോൾ ബാബ പറഞ്ഞ ഒരു ചിത്ര പ്രദർശനം ഇട്ടാൽ അനേകർ വന്ന് കേൾക്കും, കൗതുകത്തോടെ വന്ന് കേൾക്കും, ഇതെന്താണ് ഇങ്ങനെ ഒരു ചിത്രങ്ങൾ എന്നൊക്കെ അല്ലേ. അപ്പോൾ ബാബ പറയണ് അജാമിലനെ പോലെ പാപികളായിരിക്കുന്ന ആത്മാക്കളെയും അതുപോലെ തന്നെ ഗണികൻ പറഞ്ഞ അത്തരത്തിൽ സ്ത്രീകൾ ഉണ്ടാവില്ല, അവരെയും എല്ലാവരെയും ബാബ പറയണ നിങ്ങൾ കുട്ടികൾ തന്നെ ഉദ്ധാരം ചെയ്യണം. मेहतर भी अच्छे कपड़े पहनकर आ जाते. गांधी जी ने अछूतों को फ्री कर दिया, साथ में खाते भी हैं. बाप तो और भी मना नहीं करते. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, എത്ര ബാബ പറഞ്ഞ് താഴ്ന്ന ജാതിയിലുള്ളവരാണെങ്കിൽ പോലും ബാബ പറഞ്ഞു തരാണ് നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ. ഇപ്പം ആരാണ് പണക്കാർ, ആരാണ് ദരിദ്രർ, ആരാണ് ഏത് ജാതി എന്നൊന്നും ഇപ്പം മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ വസ്ത്രധാരണകളൊക്കെ മാറിയില്ലേ, ഇന്ന് അവരുടെ പദവിയും മാറി, അവരുടെ സ്റ്റേറ്റസൊക്കെ മാറിയിരിക്കാൻ. അതേപോലെ ബാബ ഇവിടെ പറയാണ്, ഇവിടെ അത്തരത്തിലുള്ള ബാബണ താഴ്ന്ന ജാതിയിലുള്ളവരും നല്ല വസ്ത്രങ്ങളൊക്കെ വന്നണിഞ്ഞിരിക്കും. ഗാന്ധിജി പോലും നമുക്കറിയാം അത്തരത്തിലുള്ള അസ്പൃശ്യ അവസ്ഥ ഉണ്ടായല്ലോ, താഴ്ന്ന ജാതിക്കാർ തീണ്ട ജാതിക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്. അപ്പോൾ ബാപ്പൺ ആ സിസ്റ്റമൊക്കെ ഗാന്ധിജി ഉള്ളപ്പോൾ തന്നെ മാറ്റിയതാണ്. ഗാന്ധിജി ആ സമയത്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ബാബയും അവരെ ഇവിടെ ഒന്നും വരണ്ടെന്നൊന്നും വിലക്കാറില്ല. ചിലവരൊക്കെ അങ്ങനെയാണ്, ചിലവർ വിലക്കും. ഇവിടെ നമ്മളുടെ ഉൻസൂർ ഭാഗത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷിരാജപുര എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അവർ ഈ പക്ഷികളെ ചുട്ടു തിന്നുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിലൊരു വിഭാഗത്തിലുള്ളവർ പറഞ്ഞാൽ അതിൽ കുറേ പേരുണ്ട്. അതിലൊരു വിഭാഗക്കാർ ഫുള്ളായിട്ട് ബാബയുടെ കുട്ടികളാണ്. ബാബയുടെ തന്നെ ശ്രീമതം പാലിച്ച് ബാബയ്ക്ക് വേണ്ടി വീട്, ബാബയ്ക്ക് വേണ്ടി വലിയ സെൻ്ററൊക്കെ കെട്ടിക്കൊടുത്തു. അപ്പോൾ അവിടെ തന്നെ കുറച്ച് ഹൈ സ്റ്റേജിൽ ഇരിക്കുന്നവരും ഉണ്ട് ആ സെൻറ്ററിൽ. അപ്പോൾ അവർ പോവില്ല, ഇവർ വരുന്ന ദിവസം അവർ പോവില്ല, അവരിരുന്ന സ്ഥലത്ത് അവരിയ്ക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ബാബ ഒരിക്കലും ആ തരത്തിൽ വേർതിരിവൊന്നും കാണിക്കാറില്ല. കാരണം ഇതൊക്കെ മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ടതാണല്ലോ, അവരവരെ കർമ്മദോഷം കൊണ്ട് ആ തരത്തിലാകും. അപ്പോൾ ഭഗവാനും കൂടി അങ്ങനെ മാറ്റി നിർത്തുകയാണെങ്കിലോ മനുഷ്യർക്കും ഭഗവാനും പിന്നെ എന്ത് വ്യത്യാസം ഉണ്ടാവുക അല്ലേ. അപ്പോൾ ബാപ്പറിന് നമ്മുടെ ഇവിടെയും അത്തരത്തിലുണ്ട്. ചിലർ പ്രകടമാക്കും, ചിലർ പ്രകടമാക്കുകയില്ല. നമ്മൾ നായന്മാരാണ്, നമ്മൾ നമ്പ്യാർമാരാണ്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ.
ഇപ്പോൾ ബാബ പറഞ്ഞ എല്ലാവരും അല്ല, ചിലവരൊക്കെ അത് പ്രകടമാക്കാറുണ്ട്. ഇപ്പോൾ ബാബ പറഞ്ഞു തരുന്ന ബാബയുടെ ഈ സഭയിൽ അത്തരത്തിൽ യാതൊരു ഭേദഭാവവും ഇല്ല. സമസ്ത ഇനോക്കാബി ഉദ്ധാർ കർണ. കാരണം ബാബ നമുക്ക് ടൈറ്റിൽ നൽകിയത് എന്താ? വിശ്വകല്യാണക്കാരി എന്ന്, അല്ലേ? അല്ലാണ്ട് ഇന്നവരുടെ മാത്രം മംഗളം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞ നിങ്ങൾ അത്തരത്തിലുള്ള എല്ലാവരെയും ഉദ്ധരിക്കുന്നവരാണ്. കാംസേ കോയി കണക്ഷൻ നഹി. അവരെന്ത് തൊഴിൽ ചെയ്യുന്നു, അവർ തോട്ടിപ്പണി എടുക്കുന്നുണ്ടോ അഥവാ അവർ വേറെ എന്തെങ്കിലും ജോലി എടുക്കും, ബാപ്പണ അതായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. इसमें सारा मदार है बाप के साथ उद्योग लगाने का. ആരേത് ജാതിയിലുള്ളവരോ ഏത് ജോലി ചെയ്യുന്നവരോ ആകട്ടെ, ബാബ ശ്രദ്ധിക്കുന്നത് ഏതിനെയാണ്? ആരുടേതാണോ ബുദ്ധിയോഗം ബാബയുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ബാബ പറയാറുള്ളത്. തോ ബാബക്കോ യാദ് കർണ. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് പറഞ്ഞു തരുന്നത്. ബാബ പറഞ്ഞ നിങ്ങൾ എങ്ങനെയുള്ളവരാകട്ടെ, അങ്ങറ്റം കൊമ്പത്തിരിക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ ബാബ പറഞ്ഞ പാവങ്ങളാകട്ടെ, ബാപ്പണ് എല്ലാവർക്കും ബാബ ഒറ്റ ടാസ്കേ കൊടുത്തിട്ടുള്ളൂ. ഏതാ കൊടുത്തേ? ബാബയെ ഓർമ്മിക്കുക. ആത്മാ കേത്തി ഹേ മൈ അച്യൂത്ത് ഹൂ. ആത്മാവ് പറയാൻ പറ്റും ഞാനിപ്പോൾ തീണ്ട ജാതിക്കാരനായിരിക്കുകയാണ്. കാരണം ബാബയെ പോലെ സ്പർശിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം എന്താ? ഇന്ന് അത്രയും നമ്മൾ പതീതമായിരിക്കുകയാണ്. അബ് ഹം സമസ്തേ ഹം സതോപ്രധാൻ ദേവി ദേവതാത്തേ. ഇപ്പം നമുക്കറിയാം നമ്മൾ ഇന്ന് അത്രയും പതീതമായിരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ആരായിരുന്നു? സതോപ്രധാന ദേവീ ദേവന്മാരായിരുന്നു. പിന്നീട് നമുക്ക് എന്താ സംഭവിച്ചത്? സതോപ്രധാന ദേവതകളായിരുന്നു നമുക്ക് എന്ത് സംഭവിച്ചു? ബാബ പറഞ്ഞ പുനർജന്മങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ നമ്മൾ പതിയെ 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 പതീതരായി മാറി. അബ് ഫിർ തും മുജ് ആത്മാ കോ പാവൻ അബ് ഫിർ മുജ് ആത്മാ കോ പാവൻ ബന്ന. ഇപ്പോൾ ബാബ നമുക്ക് ആ ഓർമ്മപ്പെടുത്തി, അല്ലേ? സ്മൃതി ഉണർത്തി. ഇപ്പോൾ നമുക്കറിയാം വീണ്ടും ഞാൻ ആത്മാവ് പാവനമാകണം. तुमको मालूम है सिंधी में एक बीलनी आती थी, ध्यान में जाती थी, दौड़कर आए मिलती थी, समझाया जाता था इनमें भी आत्मा तो है ना. അപ്പോൾ ബാപ്പണി യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മബാബ ഉണ്ടായ സമയത്ത്, സിന്ധിലുണ്ടായ സമയത്ത് ബാബ പറഞ്ഞ അവിടെ ഒരു ആദിവാസി സ്ത്രീ ബാബയുടെ അടുത്ത് ഓടി ഓടി വരുമായിരുന്നു പോലും. അവരിരുന്ന ഇരിപ്പിൽ ട്രാൻസിൽ പോകുമായിരുന്നു, ധ്യാനത്തിൽ പോകുമായിരുന്നു. അപ്പോൾ ബാബയുടെ അടുത്തേക്ക് അത്രയും ബാബ പറഞ്ഞ അത്രയും എന്താ പറയുക ഒരു ത്വര ബാബയുടെ അടുത്ത് വരാനുള്ളത്. അപ്പോൾ ബാബ അവർക്ക് മനസ്സിലായിച്ചു കൊടുക്കും പോലും ഇവരിലും ആത്മാവ് തന്നെയാണ്. ആത്മാക്ക ഹക്ക് ഹെ. അപ്പോൾ ആത്മാവിന് അവകാശമുണ്ട്. അപ്പനെ ബാബ്സെ വർസാലേന. അവർ ഏത് ജാതി ആകട്ടെ, ബാബ പറയണ അതും ഒരു ആത്മാവാണ്. അപ്പോൾ ആ ആത്മാവിനും കൂടി എന്തുണ്ട്? അവകാശമുണ്ട് ബാബയുടെ സ്വത്തെടുക്കാൻ. അത് നമുക്ക് ആർക്കും വിലക്കാൻ പറ്റില്ലല്ലോ. അനേക ഉൻകെ ഗർ വാലോം കോ കഹാ ഗയാ ഇൻകോ ജ്ഞാൻ ഉട്ടാനേ ദോ. അപ്പോൾ ആദിവാസികളൊക്കെ ആകുമ്പോൾ അവർക്ക് വളരെയധികം കർശനമായിരിക്കുന്ന നിയമങ്ങളൊക്കെ. അപ്പോൾ അവരുടെ വീട്ടുകാരോടും കൂടി ബാബ പറഞ്ഞു പോലും ആ കുട്ടി ജ്ഞാനത്തിൽ വരുന്നതാണ് എങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ജ്ഞാനത്തെ സ്വീകരിക്കാൻ അവരെ അനുവദിക്കും. ബോലെ ഹമാരി ബിരാദാരി മേ ഹംഗാമ ഹോഗ. അപ്പോൾ അവർ പറഞ്ഞു പോലും നമ്മുടെ ജാതിയിൽ വലിയ പ്രശ്നമുണ്ടാകും. ഡർക്കെ മാരെ ഉൻകോ ലേഖെ. അപ്പോൾ ആ കുട്ടിക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നു ബാബയുടെ ജ്ഞാനത്തിൽ. പക്ഷേ ആദിവാസി കുടുംബം ആയതുകൊണ്ട് തന്നെ അവർ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയി. വരാൻ സമ്മതിച്ചില്ല, പേടി കൊണ്ട്. കാരണം അവരുടെ ജാതിയിലുള്ളവരൊക്കെ അവരെ പിന്നീട് പുറത്താക്കൂല, അങ്ങനത്തെ സിസ്റ്റം ഉണ്ട് അവർക്ക്. तो तुम्हारे पास आते तुम किसको मना नहीं कर सकते. അപ്പോൾ ബാബ പറഞ്ഞ ആര് തന്നെ, ഏത് ജാതിയോ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, അവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ ഒരിക്കലും അവരെ തിരസ്കരിക്കരുത്. ഗായ ഹുവാ ഹെ അബലായെ ഗണിക്കായ ബീൽനിയ സാധു ആദി സബ്കോ ഉദ്ധാർ കർത്തെ. അല്ലേ? ബാബ വരുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അബലകളാകട്ടെ, അത്തരത്തിലുള്ള കൂനിമാരാകട്ടെ, അല്ലെങ്കിൽ വേശികളാകട്ടെ, അല്ലെങ്കിൽ ബാബ പറഞ്ഞ് ആദിവാസികളെ ആകട്ടെ, സാധു സന്യാസിമാരെ ആകട്ടെ, ബാബനെ എല്ലാവരും ഉദ്ധരിക്കാനാണ് ബാബ വരുന്നത്. സാധു ലോകോസെ ലേക്ക് ബിൽനി തക്. ബാബ പറയണ അത്രയും ശ്രേഷ്ഠരായിരിക്കുന്ന സാധു സന്യാസിമാർ മുതൽ ബാപ്പൺ അങ്ങേയറ്റം താഴ്ന്ന ജാതിക്കാർ വരെ ബാബ പറഞ്ഞ എല്ലാ ആത്മാക്കളെയും ഉദ്ധരിക്കേണ്ട കടമ ആരുടെ? നമ്മുടെ തന്നെ.
तुम बच्चे अभी यज्ञ की सर्विस करते हो तो इस सर्विस से बहुत प्राप्ति होती, बहुतों का कल्याण हो जाता, दिन प्रतिदिन प्रदर्शनी സർവീസ് की बहुत വൃദ്ധി होगी. ഇപ്പോൾ ബാബ പറയണ, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ യജ്ഞത്തിൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സേവനത്തിലൂടെ ധാരാളം പേർക്ക് ബാബ പറയണ ഇതിൻ്റെ പ്രാപ്തികൾ ഉണ്ടാകുന്നു. നമുക്കും കൂടി അതിൻ്റെ പ്രാപ്തികൾ ഉണ്ടാകും. അനേകരുടെ നിങ്ങൾ മംഗളം ചെയ്യുന്നവരായി മാറും. ഇപ്പോൾ ബാപ്പണെ ദിനം പ്രതി ദിനം പോകുമ്പോൾ ചിത്രപ്രദർശനിയിലൂടെ സേവനത്തിൻ്റെ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും. ബാബ ബാഡ്ജസ് भी बनवाते रहते, कहाँ भी जाओ तो इस पर समझाना. ബാബ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് എല്ലാവർക്കും ബാഡ്ജ് തന്നത്. ബാബ പറഞ്ഞ ബാഡ്ജ് ഉണ്ടാക്കിയത് ആ സമയത്ത്. കാരണം എന്താ, ആ ബാഡ്ജ് കുത്തി നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ ആധാരത്തിൽ സേവനം ചെയ്യാൻ സാധിക്കും. ये बाबा, ये दादा, ये बाप का वर्षा. अब ബാബ कहते मुझे याद करो तो तुम पावन बन जाएंगे. പണ്ട് ത്രികോണാകൃതിയിലാണ് എന്തുണ്ടായത്, ബാഡ്ജ് ഉണ്ടായത്. അതിൽ ത്രിമൂർത്തിയും മറ്റൊരു ഭാഗത്ത് ലക്ഷ്മി നാരായൺ. അപ്പോൾ അവർക്ക് പറഞ്ഞെടുക്കാൻ പറ്റും ഇത് ബാബയാണ്, ഇത് ദാദാ പറഞ്ഞ ബ്രഹ്മ ബാബയാണ്, പിന്നെ ലക്ഷ്മി നാരായണനെ കാണിച്ച് ഇത് നമ്മുടെ ബാബയിൽ നിന്നും കിട്ടുന്ന സ്വത്താണ് എന്നുള്ളത്. ഇപ്പോൾ ബാബ നമ്മൾ കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കുക, വെറുതെ സ്വത്ത് കിട്ടില്ലല്ലോ. ബാബ പറയുന്നത് നിങ്ങൾ എന്നെ ഓർമ്മിക്കുക, അപ്പോഴേ നിങ്ങൾക്ക് പാവനമായി തീരാൻ പറ്റും. ഗീതയിലും കൂടി എഴുതിയിരിക്കുന്ന വാക്യം എന്താണ്, മാമിക്കം യാദ് കറോ, അല്ലേ, എന്നെ മാത്രം ഓർമ്മിക്കുക. സിർഫ് ഉന്മേ മേരാ നാം ഉടായ ബച്ചേക്ക നാം ദേ ദിയ. പക്ഷെ അത് സ്വീകാര്യമല്ല. ആരെ ഓർമ്മിക്കണം എന്നുള്ള കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. കാരണം എന്താ, അവിടെ ഭഗവത്ഗീതയിൽ അച്ഛൻ്റെ പേര് എഴുതുന്നിടത്ത് എന്തായി, മകൻ്റെ പേര് എഴുതി വെച്ചു. അതുകൊണ്ട് കൃഷ്ണ ഭഗവാൻ വാച്ചൻ. എന്നാൽ കൃഷ്ണൻ എല്ലാവർക്കും അച്ഛനാണെന്ന് ചോദിച്ചാൽ അവിടെ പിന്നെ മേപ്പോട്ട് നോക്കിക്കോ. അതെന്താ, പരമാത്മാവ് സർവാത്മാക്കളുടെ അച്ഛനാണ്, കൃഷ്ണനോ സർവാത്മാക്കളുടെ അച്ഛനാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ബാപ്പണ അച്ഛൻ്റെ പേര് എഴുതുന്നിടത്ത് മകൻ്റെ പേര് എഴുതി. ഭാരത്വാസിയും को भी ये पता नहीं कि राधे कृष्ण का आपस में क्या संबंध है. ഇനി ബാപ്പണ് ഭാരതവാസികൾക്ക് അറിയില്ല, അല്ലേ, ഭാഗവതമൊക്കെ ഉണ്ടെങ്കിലും ബാബ പറഞ്ഞ കൃഷ്ണനും രാധയുമായിട്ടുള്ള ബന്ധമുണ്ട്. ഉൻകെ ഷാദി ആദിക്ക് ഹിസ്റ്ററി കുച്ച് ബി നഹി ബത്താതെ, അല്ലേ. കൃഷ്ണൻ്റെ പ്രിയതമയുടെ രൂപത്തിലാണ് രാധയെ കാണിക്കുന്നത്. പിന്നീട് അതിനുശേഷം കൃഷ്ണൻ രാധയെ വിവാഹം കഴിച്ചോ ഇതൊന്നും അവിടെ യാതൊരു ചരിത്രത്തിലും കാണപ്പെടുന്നില്ല. ദോനോ അലഗ് അലഗ് രാജധാനി കെ. അപ്പോൾ ബാപ്പണ് കൃഷ്ണനും രാധയും വേറെ വേറെ രാജധാനിയിലെ രാജകുമാരനും രാജകുമാരിയുമാണ്. ये बातें बाप बैठ समझाते हैं. ये अगर समझ जाए और कह दे कि शिव भगवान वाच तो सब उनको भगा दे. അപ്പോൾ ബാബ മനസ്സിലാക്കി തരാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ ബാപ്പണ് ഒരു പക്ഷെ നിങ്ങൾ ഈ രൂപത്തിലാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ ശിവ് ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾ ഓടിപ്പിക്കും. കെഹേ തും യേ ഫിർ കഹാ സെ സീക്കേ ഹോ, അല്ലേ. കാലാകാലങ്ങളിൽ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ പഠിച്ചതും കേട്ടതൊക്കെ എന്താ, കൃഷ്ണ ഭഗവാൻ വാച്ച്, കൃഷ്ണ ഭഗവാൻ വാച്ചൻ. എന്നിട്ട് ഇപ്പം നിങ്ങൾ പോകുമ്പോൾ ശിവഭഗവാനാണ് ഇത് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ബാപ്പണ്ണ അവർ ചോദിക്കുക, ഇതാണോ നിങ്ങൾ പഠിച്ചത്, ഇത് എവിടെ നിന്ന് പഠിച്ചിട്ടാണ് വന്നത് എന്ന് പറയും. നിങ്ങളുടെ ഗുരു ആരാണെന്നൊക്കെ പറഞ്ഞവർ ദേഷ്യപ്പെടും. കെഹേ ബി കെ ഹേ തോ സബ് ബിഗഡ് ജായേ. എന്നിട്ട് അവർ തന്നെ പറയും, ഇവർ ബി കേസാണ്, ഇവരെല്ലാവരുടെ തല ചീത്തയാക്കുമെന്ന് പറയും. ഇൻ ഗുരുവും കി രാജായി കി ചട്ടോ ജായേ ഐസെ ബോത്ത് ആത്തെ ഹെ ലിഖ് കർ ബി ദേത്തെ ഫിർ ഗും ഹോ ജാത്തെ. പക്ഷെ ബാപ്പണ് അനേകർ വരും, ഇത് മനസ്സിലാക്കുകയും ചെയ്യും, അവരെ എഴുതി തരുകയും ചെയ്യും ഇതാണ് ശരിയെന്ന്. പിന്നീട് ബാപ്പണ് അവരുടെ അഡ്രസ്സ് പോലും ഉണ്ടാവുകയില്ല. ബാബ് ബച്ചോं को कोई भी तकलीफ नहीं देता, बहुत सहज युक्ति बतलाते എന്ന് വിചാരിച്ച് ബാബ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും നൽകുന്നില്ല. ബാബ ഓരോ ജ്ഞാനവും നല്ല രീതിയിൽ വ്യക്തമായി മക്കൾക്ക് മനസ്സിലാക്കി തരിക മാത്രമല്ല അതിൻ്റെ യുക്തിയിലൂടെയാണ് ബാബ പറഞ്ഞു തരുന്നത്. कोई को बच्चा नहीं होता है तो भगवान को कहते बच्चा दो, फिर मिलता है तो उनकी बड़ी अच्छी परवरिश करते पढ़ाते, फिर जब बड़ा होगा तो कहेंगे अब अपना धंधा करो. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന ചിലവർക്ക് മക്കൾ ഉണ്ടാവുകയില്ല. ഭഗവാനോട് പ്രാർത്ഥിക്കും, എനിക്കൊരു സന്താനം വേണമെന്ന് പറയും. കിട്ടിക്കഴിഞ്ഞാലോ അതിനെ വളരെ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ച് അതിനെ വളർത്തിക്കൊണ്ടു പോകും, നല്ല രീതിയിൽ പഠിപ്പിക്കും. പിന്നെ ആ കുട്ടി വലുതായി കഴിഞ്ഞാൽ എന്താകും, പിന്നെ അവരെ വീണ്ടും ജോലിയിലേക്ക് അയക്കും. बाप बच्चे को परवरिश कर उनको लायक बनाते तो बच्चों का सर्वेंट ठहराना.
അപ്പോൾ ബാപ്പണ് ഏതൊരച്ഛനമ്മയും കുട്ടികളെ വളർത്തി വലുതാക്കി അവരെ യോഗ്യരാക്കി മാറ്റും. എന്ന് വെച്ചാൽ മാതാപിതാക്കൾ അവരുടെ സേവകരായിട്ടല്ലേ മാറുക. ബാപ് തോ ബച്ചോं की सेवा कर साथ ले जाते. ഇവിടെ ബാബ നമ്മൾ കുട്ടികളുടെ സേവനം ചെയ്ത് ബാബ കൂടെ തന്നെ കൊണ്ടുപോകും. वो लौकिक बाप समझेगा बच्चा बड़ा हो तो अपने धंधे में लग जाए. പക്ഷെ ലൗകികത്തിൽ എന്താകും, മകനാണെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ച് വളർത്തി അവർക്ക് അനുസരിച്ച് ആ അച്ഛനമ്മമാരെ മുന്നോട്ട് നോക്കാൻ വേണ്ടി അവരെ ജോലിയിലേക്ക് അയക്കും. ഫിർ ബോഡേ ഹോങ്കേ തോ ഹമാരി സേവാ കരേഗ. അങ്ങനെ ഒരു വിശ്വാസം, അങ്ങനെ ഒരു ഇച്ഛ അവരുടെ ഉള്ളിലുണ്ടാവും. മക്കൾ പഠിച്ച് വലുതായി കഴിഞ്ഞാലും പിന്നീട് അവരെ നമ്മളെ നോക്കുമെന്നുള്ളൊരു ആ ഒരു ഇതുണ്ടാകും. അവർ നമ്മുടെ സേവനം ചെയ്യുമെന്നുള്ളൊരു ആ ഒരു എന്താ പറയുക പ്രതീക്ഷ വയ്ക്കും. ഏ ബാപ് തോ സേവാ നഹി മാങ്ത. ഇവിടെ അച്ഛൻ നമ്മളിൽ നിന്നും ഒന്നും ഒരു സേവനവും കൂടി യാചിക്കുന്നില്ല. യഹേ നിഷ്കാം സേവാദാരി. അതുകൊണ്ട് ബാബ എന്താണ്, നിഷ്കാമ സേവകനാണ്. लौकिक बाप समझते जब तक जीता हूँ तब तक बच्चों का फर्ज है हमारे संभाल करना. അപ്പോൾ ബാപ്പണ് ലൗകികത്തിലാകുമ്പോൾ അച്ഛനമ്മമാർ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അവരിലൊരാഗ്രഹം ഉണ്ടാവും. എൻ്റെ ആഗ്രഹം വയ്ക്കുക, ഇനി നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത്, നമ്മളെ സംരക്ഷിക്കേണ്ടത് മക്കളാണ്, അവരുടെ കടമയാണ് എന്നുള്ളത്. ഈ കാമന രക്തി അല്ലേ, ആ ഒരു ഇച്ഛ അവരുടെ ഉള്ളിലുണ്ടാകും. ये बाप तो कहते ही मैं निष्काम सेवा करता. പക്ഷെ ബാബ പറഞ്ഞു തരണം, ഞാൻ എത്രയൊക്കെ നിങ്ങളുടെ സേവനം ചെയ്താലും ഞാൻ നിഷ്കാമ സേവനമാണ് ചെയ്യുന്നത്. ഹം രാജായി നഹി കർത്തെ. മക്കളെ രാജ്യഭാഗ്യത്തിലേക്ക് യോഗ്യരാക്കി വിടും. അവിടെ ഞാൻ രാജ്യം ഭരിക്കാൻ വരുന്നില്ല. കാരണം ബാബ പറയണ മൈ കിത്തന നിഷ്കാം ഹും. ബാബ പറയുന്നു ബാബ എത്രമാത്രം നിഷ്കാമ സേവകനാണ്. और जो कुछ भी करता तो उसका फल उनको ज़रूर मिलता. ബാക്കി വ്യക്തികൾ എന്ന് വെച്ചാൽ ദേഹധാരികൾ ആരൊക്കെ എന്തൊക്കെ കർമ്മം ചെയ്യുന്നു ഉറപ്പായിട്ടുണ്ടാകും അവർക്കതിൻ്റെ റിട്ടേൺ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഏതോഹേ സബ്കാ ബാപ്പ്. പക്ഷെ ശിവബാബാരാണ് സർവരുടെയും അച്ഛനാണ്. കേത്തെ മൈ തും ബച്ചോं को स्वर्ग की രാജായി ദേത്താ ഹും. ബാബ പറയണ ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് സ്വർഗത്തിൻ്റെ രാജ്യാധികാരം നൽകും. തും കിത്തന ഊഞ്ച് പദ പ്രാപ്ത് കർത്തേ ഹോ. ബാബ പറഞ്ഞ നിങ്ങൾ എത്രമാത്രം ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നു. മൈ തോ സിർ ബ്രഹ്മാണ്ട് കാ മാലിക്കും. ബാബ പറഞ്ഞ ഞാൻ കേവലം പരന്താമം ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയാണ്. സ്വതോ തുമ്പി ഹോ. ബാബ പറഞ്ഞ നിങ്ങൾ കുട്ടികളും വീടിൻ്റെ അധികാരിയാണ് അല്ലേ. ബ്രഹ്മാണ്ടം പരന്താമം നമ്മുടെ വീടാണ്, അതിൻ്റെ അധികാരിയും നമ്മളാണ്. അതുപോലെ തന്നെ ബാബ പറഞ്ഞ രാജ്യാധികാരവും കൂടി നിങ്ങൾ നേടുന്നവരാണ്. അപ്പോൾ സുഖധാമത്തിൻ്റെയും സത്യുഗത്തിൻ്റെയും അധികാരി നമ്മളാണ്. പിന്നീട് എന്താകും, അരക്കൽപ്പം കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തും. ഹം രാജായി നഹി ലേത്തെ ന ഗവാത്തേ. ശിവബാബ രാജധാനിയിലേക്ക് വരുന്നുമില്ല, അതിനെ നഷ്ടപ്പെടുത്തുന്നതും ഇല്ല. ഹമാരെ ഡ്രാമ യേ പാർട്ട്. ബാബ പറഞ്ഞ ഡ്രാമയിൽ എനിക്കുള്ള റോൾ ഇതാണ്. തും ബച്ചേ സുഖ കാ വർഷാ പാനി കാ പുരുഷാർത്ഥ് കർത്തേ ഹോ. ബാബയ്ക്ക് രാജ്യഭാഗ്യം നേടാനുള്ള പുരുഷാർത്ഥവും ചെയ്യേണ്ട, ഇനി അത് ജന്മങ്ങളെടുത്ത് അത് നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥയും ഉണ്ടാകുന്നില്ല. പകരം ബാബയുടെ ഡ്രാമയിലെ പാർട്ട് എന്താണ്, പതീതരെ പാവനമാക്കി മാറ്റുക അല്ലേ. ദുഃഖത്തിലായിരുന്നു നമ്മൾ സുഖത്തിലേക്ക് നയിക്കുക. കലിയുഗമായി മാറിയതിന് സത്യുഗമാക്കി മാറ്റുക. ഇതാണ് ആരുടെ റോള്, ബാബയുടെ റോള്. തും ബച്ചേ സുഖ കാ വർഷ പാനി കാ പുരുഷാർത്ഥ് കർത്തേ. പക്ഷെ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, സുഖം പ്രാപിക്കാൻ വേണ്ടി ബാബയിൽ നിന്ന് സുഖത്തിൻ്റെ സ്വത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. ബാക്കി സബ് സിർഫ് ശാന്തി മാങ്തേ. ലോകത്തിൽ ബാക്കി എല്ലാവരും ഒന്ന് സമാധാനം കിട്ടിയാൽ മതി, ഒന്ന് ശാന്തി കിട്ടിയാൽ മതി. സാധു സന്യാസിമാരൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ്, നിർവ്വാണത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. വോ ഗുരു ലോകേത്തെ സുഖ കാകവിഷ്ട സമാൻ. അവർ വരുന്നതേ ദ്വാപരയുഗ പകുതിക്ക് വെച്ചിട്ടാണ്. അതുകൊണ്ട് അവർക്ക് ലോകത്തിൻ്റെ ഭൗതിക സുഖങ്ങൾ അവർ അറിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആത്മാക്കൾ ആഗ്രഹിക്കുന്നത് എന്താണ്, കേവലം ശാന്തിയാണ്. നിർവ്വാണത്തിൽ ലയിക്കണം അല്ലേ, ജ്യോതിയിൽ ലയിക്കണം എന്നുള്ള ലക്ഷ്യമാണ് അവരുടെ ഉണ്ടാവുക. ബാബ പറഞ്ഞ അവർക്ക് സുഖത്തെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ കാകകാഷ്ടത്തിന് സമാനമാണ് സുഖം എന്ന് വെച്ചാൽ നിമിഷികമാണ്. ഇസ്ലേ വോ ശാന്തി ഹി ചാത്തി. അതുകൊണ്ടാണ് അവരെന്താഗ്രഹിക്കുന്നത്, ശാന്തി. ഈ നോളജ് ഉട്ടാനാ സക്കെ. അവരത്ര പെട്ടെന്ന് ജ്ഞാനം എടുക്കാനും സാധിക്കില്ല പക്കാ സന്യാസിമാർ. ഉൻകോ സുഖ കാ പതാ ഹി നഹി ഹെ. സുഖത്തെക്കുറിച്ചുള്ള അനുഭവമേ അവർക്കില്ല. അതുകൊണ്ട് എങ്ങനെയുള്ള സന്യാസിമാർ ബാബയുടെ കുട്ടിയാകും, ആരാണോ സുഖത്തിന് വേണ്ടിയിട്ട് കൺവേർഷൻ ആയിട്ടുള്ളത് അവർ വീണ്ടും എന്താകും, ബാബയുടെ കുട്ടികളായിട്ട് വരും.
बाप समझाते शांति और सुख का वर्षा देने वाला एक ही मैं हूँ. അപ്പോൾ ബാബ പറയാണ് സുഖവും ശാന്തിയുടെ സ്വത്ത് നൽകുന്നവൻ ഒരേ ഒരു ആളാണ് ഞാൻ. സത്യുഗ ത്രേതായുഗത്തിലും ഗുരുക്കന്മാരുണ്ടായിരുന്നില്ല. കാരണം ബാബ പണ അവിടെ രാവണനേ ഇല്ല. വോ ഹൈഹി ഈശ്വരീയ രാജ്യം, അതായിരുന്നു ഈശ്വരനാൽ സ്ഥാപിക്കപ്പെട്ട ഈശ്വരീയ രാജ്യം. ബാബ പണ ഇതൊക്കെ മുൻകൂട്ടി തന്നെ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ബാറ്റ് ഒരു കിസ്കി ബുദ്ധിമ ബൈറ്റേഗി നഹി, ഇത് സൃഷ്ടിയുടെ രഹസ്യങ്ങളാണ്. അപ്പോൾ ബാബ പറയണ ഇത് മറ്റുള്ളവരുടെ ബുദ്ധിയിൽ ഉണ്ടാകണമെന്നില്ല. തോ ബച്ചോങ്കോ അച്ചി രീതി ധാരണാക്ക് ഊഞ്ച് പദപ്പാന. അപ്പോൾ ബാബ നൽകുന്ന ഓരോ അറിവുകളും നമ്മൾ കുട്ടികൾ ജീവിതത്തിൽ ധാരണയിൽ കൊണ്ടുവന്ന് ഉയർന്ന പദവി നേടണം. ബാബ പറയുന്ന ഇപ്പം നടക്കുന്നത് സംഗമയുഗമാണ്. നിങ്ങൾക്കറിയാമല്ലോ, പുതിയ ലോകം രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പുതിയ ലോകം സ്ഥാപിക്കപ്പെടണമെങ്കിൽ അവിടത്തേക്ക് പോകേണ്ടവരും കൂടി അതിനോടൊപ്പം എന്താകണം, യോഗ്യരായിട്ട് മാറുകയും വേണം. तो तुम हो ही സംഗം യുഗ ഇപ്പോൾ ബാക്കി സബ് ഹി കലിയുഗം. ബാബ പറഞ്ഞ ഇപ്പം നിങ്ങൾ കുട്ടികൾ സംഗം യുഗത്തിലും ബാക്കി എല്ലാവരും കലിയുഗത്തിലാണ്. ഒത്തോ കൽപ്പയ്ക്ക് ആയുഹി ലാക്കോം വർഷ ദേത്തേൽ. ബാബ പറഞ്ഞ ഭക്തിയിൽ ഒരു കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ ലക്ഷാന്തരം വർഷങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഘോരമായിരിക്കുന്ന അന്ധകാരത്തിലാണ്. ഗായ ബി ഹുവാഹേ കുംഭകർണയ്ക്ക് നീന്തുമേ സോയപ്പെടെ. അതുകൊണ്ടാണ് പറയുന്നത് കുംഭകർണൻ്റെ നിദ്രയിലാണ് ഇന്നെല്ലാവരും ഉറങ്ങിക്കിടക്കുന്നത്. വിജയ്ത്തോ പാണ്ഡവങ്കി ഗായി ഹുയി. അവിടെ യുദ്ധത്തിൽ വിജയം ആരാണ് നേടിയതായി കാണിച്ചിരിക്കുന്നത്? പാണ്ഡവരാണ്. ബാക്കി കുംഭകർണനെ കാണിക്കുമല്ലോ, 6 മാസം ഉറക്കം 6 മാസം ഭക്ഷണം, അങ്ങനെയാണ് കുംഭകർണൻ. അപ്പോൾ ബാബ പറഞ്ഞു തരണേ 6 മാസം ഉറക്കം എന്ന് വെച്ചാൽ കൽപ്പത്തിൻ്റെ പകുതിയോളം നമ്മളെന്തായിരുന്നു, അജ്ഞാനതയുടെ ഉറക്കത്തിലായിരുന്നു. പിന്നീടുള്ള അരക്കൽപ്പം നമ്മളെന്താകും, കൽപ്പത്തിൻ്റെ പകുതി ഭാഗം ബാബ പറഞ്ഞു ഉണ്ടും കഴിച്ചും സുഖത്തിൽ നമ്മൾ ഉണ്ടാകും. അതുകൊണ്ടാണ് കുംഭകർണൻ. കുംഭകർണനാരാ? 10 തലയുള്ള ആരെങ്കിലും ഉണ്ടാ? ആരാ കുംഭകർണൻ? ഇങ്ങനെ ചിന്തിക്കുന്നത് ആരായിരുന്നു? രാവണൻ്റെ അനുജനാണ്. അയാളെവിടെയുള്ളേ? ലങ്കയിലല്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരാരാ? എല്ലാം കുംഭകർണൻ. ബാബ താരാട്ട് പാടുമ്പോൾ ആഹാ കുംഭകർണന്മാർ. ബാബപ്പണ് നമ്മൾ ആത്മാവാണ് കുംഭകർണൻ അല്ലേ. അരക്കൽപ്പം ഉറങ്ങി, അച്ഛനെയും അറിയില്ല, വീടിനെയും അറിയില്ല, സ്വയംവിനെയും അറിയില്ല, വെറും തിന്നുക കുടിക്കുക ജീവിക്കുക, ഇങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. ഇപ്പോൾ ബാബ വന്ന് നമ്മളെ ആ കുംഭകർണൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ബാബപ്പണ് ഇനിയുള്ള അരക്കൽപ്പം നിങ്ങൾ എന്താവുക, സുഖവും സമ്പദ്ഭരിതമായിരിക്കുന്ന രാജ്യത്തിലേക്ക് പോകും എന്ന്. ഉഗാണ്ടയിലാ പോലും കുംഭകർണൻ, രാവണൻ്റെ അനിയനാ പോലും കുംഭകർണൻ. കഥയിലാ പറഞ്ഞ. ഇപ്പം കുംഭകർണനാരാ? ഞാൻ തന്നെ. അപ്പം ബാബ നമ്മൾ ഓർമ്മപ്പെടുത്തി കുംഭകർണൻ നമ്മൾ തന്നെ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ ആര് വരണം? ബാബ. നിങ്ങൾക്ക് ചെണ്ടമേള ആന കൊണ്ടൊന്നും പറ്റില്ല, അതുകൊണ്ട് ബാബ തന്നെ വന്നു. കാരണം എന്താ, നിദ്രയില്ലാത്തവനാണ് ആര്? ബാബ അല്ലേ. അപ്പം നമ്മളെ നിദ്രാജീത്താക്കാനും ആര് വരണം? അതേ ബാബ വരണം. ഇപ്പം എല്ലാവരും ലഹരി മുക്ത കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. കാരണം എല്ലാവരും ലഹരിയിലാണ്. എന്നിട്ട് പറയും ലഹരി മുക്താക്കണം. ഏത് ലഹരിക്കാണ് മുക്താക്കേണ്ടത്? ബാബ നോക്കൂ, നമ്മളെ ആ ലഹരിയിൽ നിന്ന് മുക്തമാക്കി ഈ ലഹരിയിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് എന്തില്ല, ആ ലഹരിയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാറേയില്ല. കാരണം അതിൽ ദോഷഗുണങ്ങളാണ്. ഇവിടെയോ ബാബ നമ്മളുടെ ഉള്ളിൽ ലഹരി, ഏത് ലഹരിയാണ്? സ്വയം ആത്മാവിനെ തൻ്റെ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ലഹരി. അതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവുകയും വീണ്ടും നമ്മളെന്താവും, നമ്മളിലൂടെ ഈ ലോകം മുഴുവൻ എന്താകും, പരിവർത്തനപ്പെടും അല്ലേ. ആ ഒരു ടാസ്ക്, ആ ഒരു ചലഞ്ചാണ് നമുക്ക് ലഹരി ഉണ്ടാക്കിയത് അല്ലേ. അല്ലെങ്കിൽ എന്താ, നമ്മളും അവരെ പോലെ ലഹരിയില്ല. അപ്പം നോക്ക് ബാബ എത്രമാത്രം നമ്മളെ സേഫാക്കി. അതുകൊണ്ട് ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, എല്ലാവരും കുംഭകർണനായിട്ട് ഉറങ്ങുന്നല്ലേ. അപ്പോൾ ബാപ്പണ് വിജയം പാണ്ഡവർക്കാണ് ഉണ്ടായത്. ഇപ്പം നമ്മളാരായിരിക്കുകയാണ്? ബ്രാഹ്മണൻ.
യജ്ഞം ബ്രാഹ്മണരിലൂടെയാണ് രചിക്കപ്പെടുന്നത്. ഏതോ സബ്സെ ബഡ ബേഹദ് കാ ബാരി ഈശ്വരി രുദ്ര യജ്ഞ. അപ്പോൾ ബാപ്പണ് കൽപ്പാണ്ട സമയത്തിലാണ് ഏറ്റവും വലിയ യജ്ഞം രചിക്കപ്പെടുന്നത്. അതും പരിധിയില്ലാത്ത ഈശ്വരീയ രുദ്രജ്ഞാന യജ്ഞം. वो हद के यज्ञ अनेक प्रकार के होते. ഈ രുദ്രജ്ഞാന യജ്ഞ ഏക് ഹി ബാർ ഹോത്ത. ബാബ പറഞ്ഞ കൊച്ചു കൊച്ചു യജ്ഞങ്ങളൊക്കെ അനേക പ്രകാരത്തിലുണ്ട് അല്ലെ. രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ അതിനുശേഷം ഇപ്പോഴും യാഗങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷെ ബാബ പറയുന്ന അവസാനം ഒറ്റ യജ്ഞം മാത്രമുണ്ട്, അതാണ് രുദ്രജ്ഞാന യജ്ഞം. സത്യുഗ് ത്രേതാമേ ഫിർ കൊയ് യജ്ഞ ഹോത്താനഹി. പിന്നീട് സത്യുഗ ത്രേതായുഗത്തിൽ യാതൊരു പ്രകാരത്തിലുള്ള യജ്ഞം ഉണ്ടാവുകയില്ല. ക്യോങ്കി വഹാ കൊയ് ആപദ ആദിക്ക് ബാത് നഹി. കാരണം ബാബ പറയണ അവിടെ യാതൊരു തരത്തിലുള്ള ആപത്തുകളുടെ കാര്യമൊന്നുമില്ല. ഇവിടെയൊക്കെയാണ് മഴ വന്നില്ല അല്ലേ, പിന്നെ അത്തരത്തിലുള്ള വരൾച്ചകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ എന്ത് പറയും, ഒരു യാഗം നടത്തും. പണ്ട് രാജാക്കന്മാരങ്ങനെയാണ്. പിന്നീട് നമ്മൾ ചെറിയ ചെറിയ പൂജകളിലേക്ക് നമ്മൾ ഒതുങ്ങി. വോഹി ഹദ്ക യജ്ഞ. ബാബ പറഞ്ഞ അതൊക്കെ പരിധിയുള്ള യജ്ഞമാണ്, എന്നാൽ ഇത് പരിധിയില്ലാത്ത യജ്ഞമാണ്. ഈ ബേഹദ് കാ ബാപ് കാ രച്ചാ ഹുവ യജ്ഞ. ഈ യജ്ഞത്തിൽ എന്താകണം, മുഴുവൻ പഴയ ലോകം എന്താകണം, സ്വാഹ പറഞ്ഞ പരിവർത്തനപ്പെടണം. അപ്പം ഇത് സ്വയം പരമാത്മാവ് രചിച്ച യജ്ഞമാണ്. ജിസ്മേ ബേഹദ് കി ആഹുതി പഠനി. ഇതിൽ എള്ളും നെയ്യും അതല്ല, പാപ്പണ മുഴുവൻ ലോകത്തിലുള്ള എല്ലാ അശുദ്ധതകളും എന്താകണം, ഇതിൽ സ്വാഹ ആകണം. പിന്നീട് ബാപ്പണ അരകൽപ്പത്തിലേക്ക് യാതൊരു യജ്ഞവും നടക്കുകയില്ല. കാരണം അവിടെ രാവണരാജ്യമേ ഉണ്ടാകുന്നില്ല. രാവണരാജ്യം ആരംഭിക്കുന്നതോടെ തന്നെ വീണ്ടും ബാബ പറഞ്ഞ ഈ യജ്ഞയാഗങ്ങളൊക്കെ ആരംഭിക്കും. ബേഹദ് കാ യജ്ഞ ഏക് ഹി ബാർ ഹോത്ത. പക്ഷെ ബാപ്പണ് പരിധിയില്ലാത്ത യജ്ഞം ഒരിക്കൽ മാത്രം സംഭവിക്കും. അതിലൂടെ തന്നെ എല്ലാ പഴയ ലോകത്തിൻ്റെ പഴയ സൃഷ്ടി സ്വാഹ ആകണം. അതുകൊണ്ട് ബാബ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ഇത് പരിധിയില്ലാത്ത രുദ്രജ്ഞാന യജ്ഞം. ഇതിൽ പ്രധാനമായത് ജ്ഞാനം, പിന്നീട് യോഗാണ്. योग अर्थात याद. योग അർത്ഥമാണ് ഓർമ്മ. യാദ് അക്ഷർ ബഹുത് മീഠാ ഹെ. ഓർമ്മ എന്നുള്ള അക്ഷരാണ് വളരെ മധുരമുള്ളത്. योग അക്ഷർ കോമൺ ഹോ ഗയ. യോഗ എന്ന് പറയുമ്പോൾ അത്ര ചേരില്ല. അതുകൊണ്ട് ബാപ്പൺ അതൊക്കെ സർവ്വസാധാരണയായി. योग का अर्थ कोई नहीं समझता. योग എന്നതിൻ്റെ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. തും സംജാ സക്തേ ഹോ योग അർത്ഥാത് യാദ്. ബാപ് കോ യാദ് കർണ. എന്നാൽ ഇവിടെ നമ്മൾ കുട്ടികൾക്കറിയാം योग അർത്ഥം കണക്ഷൻ എന്നാണ്, യോജിപ്പ് എന്നാണ്. അപ്പം ആരായിട്ട്, ബാബയുമായിട്ടുള്ള ബുദ്ധിയോഗം, ബാബയുടെ ഓർമ്മ. ബാബ ആപ് തോ ഹംകോ വർസാ ദേത്തെ ബേഹദ് കാ അല്ലേ, ബാബയുടെ സ്മൃതി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. ബാബ അങ്ങെനിക്ക് പരിധിയില്ലാത്ത സ്വത്തല്ലേ നൽകുന്നത്. ആത്മാ ബാത് കർത്തി ഹേ ബാബ ആ ഫിർസെ ആയേ ഹോ. അപ്പോൾ ആത്മാവ് ഉള്ളുകൊണ്ട് ബാബയോട് സംസാരിക്കുകയാണ്. ബാബ അങ്ങ് വീണ്ടും വന്നിരിക്കുകയാണ്. ഹം തോ ആപ്കോ ഭൂൽ ഗയേത്തെ. നമ്മളാണെങ്കിലോ അങ്ങയെ മറന്നിരിക്കുകയായിരുന്നു. ആപ്നെ ഹംകോ ബാദ്ഷാഹി ദീത്തി. അങ്ങ് തന്നെയല്ലേ നാം ആത്മാക്കൾക്ക് രാജ്യാധികാരം നൽകിയിരുന്നതും. അഫിർ ആക്കർ മിലേഹോ. ഇപ്പോൾ വീണ്ടും ബാബ കൽപ്പാൻ്റെ സമയത്ത് നമ്മൾ കുട്ടികളെ കാണാൻ വന്നിരിക്കുകയാണ്. ആപ്കി ശ്രീമത് പ ഹം സറൂർ ചലേങ്കെ. അപ്പോൾ ബാബയോട് നമ്മൾ പറയുകയാണ്, ബാബ എന്താണോ ശ്രീമതം നൽകുന്നത് തീർച്ചയായും അതനുസരിച്ച് നടക്കും. ഐസെ ഐസെ അന്തർമേ അപ്നെ സാത്ത് ബാത്തേ കർണി ഹോത്തി ഹെ. അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഉത്സാഹം, എപ്പോഴും ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഈ രീതിയിൽ ബാബയോട് ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് സംസാരിക്കണം. ബാബ ആപ്പ് തോ ഹമേ ബഹുത് അച്ഛാ രാസ്ത ബത്താത്തെ. ഓരോ കാര്യം ബാബയായിട്ട് ഷെയർ ചെയ്യും. ബാബ അങ്ങ് എത്ര നല്ല മാർഗമാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഹം കൽപ്പ് കൽപ്പ് ഭൂൽ ചാത്തെ. ബാബ ഇപ്പോൾ പഠിപ്പിച്ചു പോകും, പിന്നെ അടുത്ത കൽപ്പാകുമ്പോൾ ഇതൊക്കെ നമ്മൾ മറന്നു പോകും. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണ് തെറ്റുകളില്ലാത്തവരാക്കി മാറ്റാൻ. ഇസ്ലിയെ ബാബ്കോ ഹി യാദ് കർണ. അതുകൊണ്ട് നമ്മൾ ബാബയെ തന്നെ ഓർമ്മിക്കണം. ഓർമ്മയിൽ കൂടിയാണ് ബാബയിൽ നിന്ന് സ്വത്തെടുക്കാൻ പറ്റുക. മൈ ജബ് സമ്മുഖാത്താ ഹൂ തബ് തുംകോ സംജാത്താ ഹൂ. ബാബ എപ്പോഴാണോ നമ്മുടെ സമൂഹത്തിൽ വരുന്നത് അപ്പോഴാണല്ലോ ബാബ നമ്മൾ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നത്. തബ് തക് ഗായേ രത്തെ
ഗാത്തെ രഹത്തെ തും ദുഃഖ കർത്ത സുഖ കർത്താഹും. അതുവരെ നമ്മൾ പാടിക്കൊണ്ടേയിരിക്കും, ഹേ ഭഗവാനെ അങ്ങ് ദുഃഖർത്ത സുഖകർത്താവാണ്. പക്ഷെ എങ്ങനെയെന്നുള്ളത് അറിഞ്ഞിരുന്നില്ലല്ലോ. മഹിമ ഗാത്തെ പരന്തു നാ ആത്മാക്കോ നാ പരമാത്മാക്കോ ജാനത്തെ. ഭഗവാന്റെ മഹിമകൾ പാടുമ്പോഴും ആത്മാവിനെ കുറിച്ചോ പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നില്ല. അഭി തും സമസ്തേ ഹോ ഇത്തിനി ചോട്ടി ബിന്ദി മേ അവിനാശി പാർട്ട് നൊന്താ ഹുവ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി അതിസൂക്ഷ്മമായിരിക്കുന്ന ആത്മാവായ എന്നിൽ തന്നെയാണ് അവിനാശിയായിരിക്കുന്ന പാർട്ട് ഫിക്സ് ആയിരിക്കുന്നതും. അപ്പം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതും ബാബയാണ്. ബാബയെ തന്നെ പറയുന്നു പരംപിത പരമാത്മ എന്ന് വെച്ചാൽ പരമമായിരിക്കുന്ന ആത്മാ. ബാക്കി കൊയ് ബടാ ഹസാരോ സൂര്യ മീസൽ നഹി ഹോ. ഏതുപോലെ നിങ്ങൾ ആത്മ അതുപോലെ തന്നെ ഞാൻ അതിസൂക്ഷ്മമാണ്. അല്ലാണ്ട് 1000 സൂര്യനെ പോലെ അത്രയും വലിയ രൂപമൊന്നുമല്ല എൻ്റേത്. ഹം തോ ടീച്ചർ മിസാൽ പഠാത്തെ രഹത്തെ. ബാബ പറഞ്ഞു ഞാൻ ശിക്ഷകനായി നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ ബാബന് എത്ര അധികം മക്കളുണ്ട്. ഈ ക്ലാസ് തോ ദേക്കോ കിത്തന വണ്ടർഫുൾ ഹെ. അപ്പോൾ മധുബനത്തിലാണല്ലോ ബാബ വരാറ്. അപ്പോൾ ബാബയുടെ മുന്നിൽ അത്ര ആയിരക്കണക്കിന് മക്കൾ ഇരിക്കുമ്പോൾ ബാബന് എത്ര അത്ഭുതകരമായിരിക്കുന്ന ക്ലാസ്സാണ്. കോൻ കോൻ ഇസ്മയപ്പെടുത്തെ. ആരൊക്കെയാണ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നത്? ബാബന് അബലകളുണ്ട്, കൂനിമാരുണ്ട്, സാധു സന്യാസിമാരുണ്ട്. എല്ലാ പ്രകാരത്തിലും ബാബ പറയണ ഈ ക്ലാസ്സുകളിലിരുന്ന് പഠിക്കും. ബൂഡിയ ചോട്ടെ ബച്ച അത് സബായിട്ടെ. വൃദ്ധരും ഉണ്ട്, കൊച്ചുമക്കളും ഉണ്ട്, എല്ലാവരും ഇരുന്ന് പഠിക്കുകയാണ്. ബാബപ്പൻ അത്തരത്തിലുള്ള സ്കൂൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ബാബപ്പൻ ഇവിടെ ഒറ്റ കാര്യത്തിൻ്റെ പരിശ്രമമേ ചെയ്യണ്ടു. എന്താണ്? ബാബയെ ഓർമ്മിക്കുക എന്നുള്ളത്. ഈ യാദ് ഹി ടൈം ലെത്തി ഹെ. ബാബപ്പണ്ണ ഓർമ്മ ബാബയുടെ നമ്മുടെ ഉള്ളിൽ കേവലം ഒരു ബാബയുടെ ഓർമ്മയിലേക്ക് എത്താൻ ബാബപ്പണ്ണ അതിന് കുറച്ച് സമയമെടുക്കും. യാദ് കാ പുരുഷാർത്ഥ് കർണ യേ ബി ജ്ഞാൻ ഹീന. ഓർമ്മയിലിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുക അതും കൂടി ജ്ഞാനമാണല്ലോ. ബാബപ്പണ്ണ വെറുതെ ബാബയെ ഓർമ്മിക്കാൻ പറ്റില്ല. ആത്മപരിചയം വേണം, പരമാത്മ പരിചയം വേണം. എന്നാലേ ബാബപ്പണ്ണ എന്നെ ഓർമ്മിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഓർമ്മിക്കണമെങ്കിൽ ജ്ഞാനം ആവശ്യമാണ്. ഇന്ന് പലരും പറയും മെഡിറ്റേഷൻ പഠിക്കണം, മെഡിറ്റേഷൻ. ജ്ഞാനം കൊടുക്കുമ്പോൾ പറയും എനിക്ക് മെഡിറ്റേഷൻ പഠിച്ചാൽ മതി എന്ന്. മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ തോട്ട് ക്രിയേറ്റ് ആകണം. കാരണം സ്ഥൂല യോഗത്തിൽ നമ്മുടെ ശരീരം പ്രയോഗിക്കും, പക്ഷേ മെഡിറ്റേഷനിൽ പ്രയോഗിക്കേണ്ടത് നമ്മുടെ തോട്ടാണ്. അപ്പോൾ തോട്ട് ലിമിറ്റഡ് ആയിരിക്കരുതല്ലോ. ഇന്ന് ലോകത്തിലുള്ളവരൊക്കെ ഇങ്ങനെ അഫർമേഷൻ പറഞ്ഞിട്ട് മെഡിറ്റേഷൻ പഠിപ്പിക്കും. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ നേച്ചറായിട്ട് കണക്ട് ചെയ്യും, പക്ഷെ നേച്ചറിന് മുകളിലൊരു ശക്തി ഉണ്ട് എന്നുള്ളത് അത് സ്രോതസ്സാണ്, അത് ഫോഴ്സ് എന്താണ്, അതാണ് നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന ഊർജം എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ആ അച്ഛനിൽ നിന്നാണ് നമ്മളിലേക്ക് ആ ഊർജത്തിൻ്റെ പ്രവാഹം ഉണ്ടാകണം എന്നുള്ളതും അറിയിക്കുകയില്ല. ബാക്കി നേച്ചറൊക്കെ എന്താകും? തമോ പ്രധാനാകും. മനുഷ്യരും തമോ പ്രധാനാകും. തമോ പ്രധാന അവസ്ഥയിലേക്ക് വരാത്ത ഒരേ ഒരു ശക്തിയുള്ളതാരാണ്? നാം ആത്മാക്കളുടെ അച്ഛനാണ്. അപ്പം ആ തിരിച്ചറിവിലേക്ക് ആർക്കും ഉയരാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ബാബ മനസ്സിലാക്കി തരാണ്, എൻ്റെ രൂപം വലിയ രൂപമൊന്നുമല്ല. ഏതുപോലെ നിങ്ങൾ ആത്മാ അതുപോലെ തന്നെയാണ് ഞാനും അതിസൂക്ഷ്മമാണ്. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു നോക്കി ഇതെന്ത് അത്ഭുതകരമായിരിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഇതിൽ ആരൊക്കെയാണല്ലോ ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ബാപ്പണി ഇത്തരത്തിലുള്ള സ്കൂൾ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമ്മൾ പരിശ്രമിക്കേണ്ടത് ഏത് കാര്യത്തിനാണ്? എങ്ങനെ ബാബയെ ഓർമ്മിക്കാം. ചക്ര സംജാനെ കേലിയെ ബി ജ്ഞാൻ ഹെ. ഇനി ബാപ്പണി സൃഷ്ടി ചക്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ജ്ഞാനവും ഉണ്ടാകണം. നാച്ചുറൽ സച്ചാ സച്ചാ നേച്ചർ ക്യൂർ ഇസ്കോ കഹാ ജാത്ത. അതുകൊണ്ട് ബാബ പറഞ്ഞ സ്വാഭാവികമായിട്ടും സത്യമായിട്ടും നമ്മുടെ നേച്ചർ ക്യൂർ ആകുന്നത് ഇതിനെയാണ് പറയുക. ടോട്ടൽ നമ്മുടെ ആന്തരിക സ്വഭാവ സംസ്കാരത്തിൻ്റെ പരിവർത്തനം. തുമാരി ആത്മാ ബിൽക്കുൽ പ്യൂർ ഹോ ജാത്തി. ബാബയുടെ ഓർമ്മയിലൂടെ നമുക്ക് കിട്ടുന്ന ശക്തി എന്താ? ആത്മാവിനെ സമ്പൂർണ്ണമായിട്ടും പവിത്രമാക്കാൻ പറ്റും. വോ ഹോത്തി ഹി ശരീർ കി ക്യൂർ. ബാക്കി നേച്ചർ ക്യൂർ സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. പ്രകൃതി എന്ന പ്രകൃതി ചികിത്സാലയം അല്ലേ, അവിടെ ശരീരത്തെ പ്രകൃതി ഇതാണ്. അപ്പോൾ പ്രകൃതി കൊണ്ട് തന്നെ പ്രകൃതിയെ എന്താക്കുന്നു? സുഖപ്പെടുത്തുകയാണ്. യഹി ആത്മാ കി ക്യൂർ. പക്ഷെ ഇത് എന്ത് ക്യൂർ സെൻ്ററാണ്? നേച്ചർ ക്യൂർ സെൻ്റർ. ആരുടെ? ആത്മാവിൻ്റേതാണ്. ആത്മാമേഹി കാതുപെടുത്തി. ആത്മാവിലാണല്ലോ അഴുക്കുകളും അശുദ്ധികളും ഉള്ളത്. സച്ചേ സോനേക്ക സച്ചാ ജേവർ ഹോത്ത. ബാബ പറഞ്ഞ ആഭരണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയില്ല എത്ര ക്യാരറ്റിൻ്റേതാണ്? 18 ക്യാരറ്റുള്ള സ്വർണ്ണമുണ്ട്, അതുകൊണ്ട് അത്ര തന്നെ
ആഭരണം ഉണ്ടാക്കും. പക്ഷെ ബാബ പറഞ്ഞ ശുദ്ധമായിരിക്കുന്ന സ്വർണ്ണം എന്ന് പറഞ്ഞ് 24 ക്യാരറ്റ്. അപ്പോൾ 24 ക്യാരറ്റിൻ്റെ സ്വർണ്ണമാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ആഭരണങ്ങളും കൂടി എന്താകും? 24 ക്യാരറ്റിൻ്റേതായിരിക്കും. അഭി യഹാ ബച്ചേ ജാൻതി യേശു ബാബ സമ്മുഖായ ഹുവ. അതുപോലെ ബാപ്പണ 1-2 നന്മകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ പരിപൂർണമായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ആത്മാവും ചിലപ്പോൾ 18 ആയിരിക്കാം, 19 ആയിരിക്കാം, അല്ലേ? 24 ക്യാരറ്റ് ആയിട്ടില്ല. അപ്പോൾ ബാബ നമ്മൾ ഉണ്ടാക്കി മാറ്റുകയാണ്. 24 ക്യാരറ്റ് സത്യമായിരിക്കുന്ന സ്വർണ്ണ സ്വരൂപമായ ആത്മാവാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞ ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത് ബാബയുടെ സമ്മുഖത്തിലാണല്ലോ. ബച്ചോങ്കോ ബാപ്കോ ജറൂർ യാദ് കർന. അതിലേക്കുള്ള ഏക ഉപായം ബാബ എന്താ പറഞ്ഞത്? മക്കൾ അച്ഛനെ ഓർമ്മിക്കണം. അംകോ അവ് വാപ്പസ് ജാന. ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങണം. ഇസ് പാർ സെ ഉസ് പാർ. ഈ കരയിൽ നിന്ന് അങ്ങേ കരയിലേക്ക് പോകണം. ബാപ്കോ വർഷേക്കോ ഗർക്കോ ബി യാദ് കർ. അതുകൊണ്ട് പാവനമാകാൻ ഒന്ന് അച്ഛനെ ഓർമ്മിക്കണം, സത്യുഗത്തിൽ പോകാൻ സ്വത്തിനെ ഓർമ്മിക്കണം, വീട്ടിലേക്ക് പോകണമെങ്കിൽ വീടിനെയും ഓർമ്മിക്കണം. ബാബപ്പണ് നമ്മുടെ വീടെന്ന് പറയുന്നത് സ്വീറ്റ് സൈലൻസ് സോമാണ്. ദുഃഖോത്തായ അശാന്തി സെ. അപ്പോൾ ബാപ്പണ് നമ്മളിൽ ദുഃഖം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മുടെ ഉള്ള അശാന്തമാകുമ്പോഴാണ്. എപ്പോഴാണോ സുഖം ഉണ്ടാകുന്നത് അവിടെ ശാന്തി തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ബാപ്പണ് ഇത് രണ്ടും ഉണ്ടായിരുന്നു സത്യുഗത്തിൽ. സുഖവും ശാന്തിയുടെ സമ്പത്ത് ഉണ്ടായിരുന്നു. അവിടെ യാതൊരു തരത്തിലുള്ള യുദ്ധമോ കലഹങ്ങളോ ഉണ്ടായിരുന്നില്ല. ബച്ചോങ്കോ യഹി ഫുർന ഹോനാ ചാഹിയെ, ഹംകോ സത്തോ പ്രധാൻ സച്ചാ സോന ബന്ന. അതുകൊണ്ട് ബാപ്പണ് നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ ഒറ്റ ചിന്തയും ഉണ്ടാകണ്ടു. ഏത്? എനിക്ക് സത്തോപ്രധാനമാകണം കേട്ടോ മാതാജി. സത്യമായിരിക്കുന്ന സ്വർണമായി മാറണം. എന്നാൽ എന്ത് നേടാൻ പറ്റുമോ? ഉയർന്ന പദവി നേടാം. ये रूहानी भोजन मिलता है उसको फिर उगारना चाहिए. അപ്പോൾ ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ആത്മീയ ഭോജനമാണിത്. ബാബയുടെ മഹാവാക്യം, ബാബയുടെ ജ്ഞാനം എന്താണ്? ആത്മാവിനുള്ള ആത്മീയ ഭോജനമാണ്. ബാബ പണി ഇതിനെ അയവറുക്കണം. ആജ് കോൺസി മുഖ്യ പോയിന്റ്സ് സുനി. ഇന്ന് എന്തൊക്കെ പ്രധാന പോയിന്റുകളാണ് ബാബ എനിക്ക് കേൾപ്പിച്ചത്? ബാബൺ അതൊക്കെ നിങ്ങൾ എഴുത്. യെ ബി സംജായ യാത്രയെ ദോ ഹോത്തി. ഇനി ബാബ പറഞ്ഞു തരുന്ന 2 പ്രകാരത്തിലുള്ള യാത്രകളുണ്ട്. ഒന്ന് ആത്മീയ യാത്രയും ഒന്ന് ശാരീരിക യാത്രയും, അല്ലേ? തീർത്ഥാടനമൊക്കെ പോകൂലേ? ഈ റുഹാനി യാത്ര ഹി കാം ആയേക്ക്. സ്ഥൂലമായി നിങ്ങൾ എത്ര തന്നെ യാത്ര ചെയ്താലും അതൊന്നും ഉപയോഗത്തിൽ വരില്ല. ബാപ്പൺ ആത്മീയ യാത്രയാണ് നിങ്ങളുടെ സഹായത്തിനുണ്ടാവുക. ഭഗവാൻ വാച്ച് മന്മനാഭവ. അതുകൊണ്ട് ബാബ ജ്ഞാനത്തിൻ്റെ സാരെന്താണ് പഠിപ്പിച്ചത്? മന്മനാഭം. അതായത് എന്നെ മാത്രം ഓർമ്മിക്കുക. ആരെ? अच्छा मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. നമസ്തേ നമസ്തേ നമസ്തേ. ഇന്ന് ധാരണ ചെയ്യാനുള്ള പോയിന്റുകളാണ്. ഒന്ന്, യെ വിനാശ് ഭി ശുഭ കാര്യ കെ ലിയേ ഇസ്ലിയേ ഡർനാ നഹി. ഈ വിനാശം നടക്കേണ്ടത് ശുഭകാര്യത്തിന് വേണ്ടിയാണ്, അതിനാൽ ഭയപ്പെടരുത്. കല്യാൺകാരി ബാബ് സദാ കല്യാൺ കാ ഹി കാര്യ കരാത്ത. മംഗളകാരിയായ ബാബ സദാ മംഗളത്തിന് വേണ്ടിയുള്ള കാര്യമാണ് ചെയ്യിപ്പിക്കുക. ഈ സ്മൃതിയിൽ സദാ സന്തോഷത്തിലിരിക്കണം. ഈ സ്മൃതിയിൽ സദാ സന്തോഷത്തിലിരിക്കണം. രണ്ട്, സദാ एक ही फुरना रखना कि सतो प्रधान सच्चा सोना बन ऊंचा पद पाना. സദാ ഒറ്റ ചിന്ത ഉണ്ടായിരിക്കണം. സദാ ഒറ്റ ചിന്ത ഉണ്ടായിരിക്കണം. അതായത് സതോപ്രധാനരായി സത്യസ്വർണമായി
സതോപ്രധാനരായി സത്യസ്വർണമായി ഉയർന്ന പദവി നേടണം. എന്താണോ ബാബയിൽ നിന്നും ആത്മീയ ഭോജനം ലഭിക്കുന്നത്, ഏതാണോ ബാബയിൽ നിന്നും ആത്മീയ ഭോജനം ലഭിക്കുന്നത്, അതിനെ അയവറക്കണം. वरदान: स्वयं को जिम्मेवार समझकर हर कर्म यथार्थ विधि से करने वाले संपूर्ण सिद्धि स्वरूप സ്വയം എല്ലാത്തിനും ഉത്തരവാദിയാണ് എന്ന് മനസ്സിലാക്കി, സ്വയം ഉത്തരവാദപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കി ഓരോ കർമ്മത്തെയും യഥാർത്ഥ വിധിയിലൂടെ ചെയ്യുന്ന, ഓരോ കർമ്മത്തെയും യഥാർത്ഥ വിധിയിലൂടെ ചെയ്യുന്ന സമ്പൂർണ്ണ സിദ്ധി സ്വരൂപമായി ഭവിക്കും. സമ്പൂർണ്ണ സിദ്ധി സ്വരൂപമായി ഭവിക്കും. इस समय आप संगम युगी श्रेष्ठ आत्माओं का हर श्रेष्ठ कर्म सारे कल्प के लिए विधान बन रहा है. ഈ സമയം തങ്ങൾ സംഗമയോഗി ശ്രേഷ്ഠ ആത്മാക്കളുടെ ഓരോ ശ്രേഷ്ഠ കർമ്മവും മുഴുവൻ കൽപ്പത്തിനു വേണ്ടി വിധാനം പറഞ്ഞ രീതികൾ, നിയമങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. तो स्वयं को विधान के रचयिता समझकर हर कर्म कर. അതുകൊണ്ട് സ്വയത്തെ വിധാനത്തിൻ്റെ അഥവാ നിയമത്തിൻ്റെ രചയിതാവാണെന്ന് മനസ്സിലാക്കി ഓരോ കർമ്മം ചെയ്യുക. ഓരോ കർമ്മം ചെയ്യുക. ഇതിൽ കുട്ടിക്കളി സ്വാഭാവികമായും ഇല്ലാതാകും. കുട്ടിക്കളി എന്ന് പറഞ്ഞാൽ അശ്രദ്ധ. സംഗമയുഗത്തിൽ നമ്മൾ നിയമത്തിൻ്റെ രചയിതാവ്, ഉത്തരവാദിത്വമുള്ള ആത്മാവാണ്. ഈ നിശ്ചയത്തോടെ ഓരോ കർമ്മം ചെയ്യുക. അപ്പോൾ യഥാർത്ഥ വിധിയിലൂടെ ചെയ്യപ്പെടുന്ന കർമ്മം യഥാർത്ഥ വിധിയിലൂടെ ചെയ്യപ്പെടുന്ന കർമ്മത്തിൻ്റെ സമ്പൂർണ്ണ സിദ്ധി തീർച്ചയായും നേടും. ചെയ്യപ്പെടുന്ന ഓരോ കർമ്മത്തിൻ്റെ സമ്പൂർണ്ണ സിദ്ധി തീർച്ചയായും നേടും. स्लोगन: सर्वशक्तिवान बाप साथ हो तो माया पेपर टाइगर बन जाएगी. സർവശക്തിവാനായ ബാബ കൂടി ഉണ്ട് എങ്കിൽ മായ പേപ്പർ പുലിയായി മാറും, കടലാസ് പുലിയായി മാറും.
ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളൊക്കെ ഒരു കടലാസ് പുലിയായി കാണണമെങ്കിൽ ആരുടെ കൂടെ ഇരിക്കണം? സർവശക്തിവാനായ ബാബയുടെ കൂടെ ഇരിക്കണം. ഇന്നത്തെ അവ്യക്ത ഇഷാര, സദാ ജീവൻ മുക്ത रहने का सद साधन है मैं और मेरा बाबा. സദാ ജീവൻ മുക്തരായിരിക്കുവാനുള്ള എളുപ്പമായിരിക്കുന്ന സാധനയാണ് ഞാനും എൻ്റെ ബാബയും. ഞാനും എൻ്റെ ബാബയും. കാരണം എൻ്റെ എന്നതിലാണ് ഇന്ന് ബന്ധനമുള്ളത്, അല്ലേ? എല്ലാ എൻ്റെയിലും എന്തുണ്ട്? ബന്ധനമുണ്ട്, ഭൗതിക രീതിയിൽ. ആ എൻ്റേതിനെ എൻ്റെ ബാബ എന്നതിലേക്ക് മാറ്റുമ്പോൾ, ആ എല്ലാ എൻ്റേതിനെ എൻ്റെ ബാബ എന്നതിലേക്ക് മാറ്റുമ്പോൾ എല്ലാ ഭൗതികമായിരിക്കുന്ന എൻ്റേതെന്നുള്ളത് ഇല്ലാതാകും. എല്ലാ എൻ്റെ എന്താകും? ഇല്ലാതാകും. എപ്പോഴാണോ ഏക് മേര മേ സബ് മേര സമാപ്ത് ഹോ ഗയ. അപ്പോൾ ബാബ പറഞ്ഞ എപ്പോഴാണോ എൻ്റേതായി ഒന്ന് മാത്രം ആകുന്നത്, അപ്പോൾ ബാക്കിയെല്ലാം എൻ്റെ എന്നുള്ളത് സമാപ്തമാകും. അപ്പോൾ എൻ്റെ എന്നുള്ളതെല്ലാം സമാപ്തമാകും. അതോടെ ബന്ധൻ മുക്തരാകും. അതോടെ ബന്ധൻ മുക്തരാകും, അല്ലേ? നമ്മുടെ മനസ്സേ നമ്മുടെ ബന്ധനാണ് ഫസ്റ്റ്. മനസ്സ് ബന്ധനം, മനസ്സിൻ്റെ നെഗറ്റീവ് ചിന്തകൾ ബന്ധനം, പിന്നെ സംസ്കാരം, പഴയ സംസ്കാര ബന്ധനം, പഴയ ശീലങ്ങൾ ബന്ധനം, അങ്ങനെ ഒത്തിരി ബന്ധനമുണ്ട്. ദേഹത്തിൻ്റെ ബന്ധനം, ദേഹാസുഖത്തിൻ്റെ ബന്ധനം, അല്ലേ? അപ്പോൾ ബാപ്പുവിന് ഒത്തിരി ബന്ധനങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ, ഈ ചുറ്റുവട്ടത്ത് തന്നെ. പിന്നീടാണ് ചുറ്റുവട്ടത്തിന് അപ്പുറത്ത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ വീട്, എൻ്റെ ജോലി, അങ്ങനെ കുറേ ബന്ധനം, എൻ്റെ പേരക്കുട്ടികൾ. ബാപ്പുവിന് ഇതൊക്കെ ബന്ധനമാണ്, എല്ലാത്തിനും ബന്ധനമുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ബന്ധനം എടുത്ത് മാറ്റുക, നമ്മളുടെ അകത്തുള്ളതെല്ലാം എടുത്തു മാറ്റുക. എൻ്റെ എന്ന് പറയുന്നിടത്ത് എൻ്റെ ബാബ എന്ന് പറയാം. तो यही याद रखना कि हम ब्राह्मण जीवन मुक्त आत्मा है. അപ്പോൾ എപ്പോഴും ഓർമ്മ വേണം, ഞാൻ ബ്രാഹ്മണ ജീവൻ മുക്ത ആത്മാവാണ്. ഇന്നത്തെ സമാനത ഓർമ്മ വെക്കുക, ഞാൻ ബ്രാഹ്മണൻ ജീവൻ മുക്ത ആത്മാവാണ് എന്നുള്ളത്. ബാബ എത്ര നല്ല രീതിയിലാണ് നമ്മൾ ഓരോ ബന്ധനത്തിൽ നിന്ന് മുക്താക്കാൻ വേണ്ടിയിട്ടുള്ള യുക്തികൾ ബാബ മക്കൾക്ക് പറഞ്ഞു തരിക. പിന്നെ ബാബ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് എന്താണ്? ഈ സൃഷ്ടിയിൽ നിഷ്കാമമായി സേവ ചെയ്യുന്നത് കേവലം ഒരേ ഒരു ബാബ. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, നമുക്ക് യാതൊരു ഇച്ഛയില്ലാതെയാണ് ഇതൊക്കെ ചെയ്തത്. ബാബൻ നിങ്ങൾക്ക് ഇച്ഛയുണ്ടോ ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്ത കർമ്മം അത് ബീജമാണ്, അത് പിന്നീട് എന്തോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കതിൻ്റെ ഫലം ലഭിക്കും. അതുകൊണ്ട് നിഷ്കാമ സേവകർ എന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ ബാബയുടെ വിദ്യാലയത്തിൻ്റെ അത്ഭുതകരമായ പ്രത്യേകതകളൊക്കെ ബാബ ഇന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നു. ഓം ശാന്തി. ബാബ ഇന്ന് വിശേഷമായിട്ട് പറഞ്ഞല്ലോ, ആയാ ദിവസം ബാബ എന്തെല്ലാമാണ് പോയിന്റുകൾ പറഞ്ഞു തന്നത്. ബാബ പറഞ്ഞ അതിനെക്കുറിച്ച് എഴുതി വെക്കുക, അല്ലേ? ഓരോ ദിവസത്തെ പോയിന്റ് നമ്മുടെ ബുദ്ധിയിൽ, അല്ലേ? ഇത്രയും പോയിന്റ് ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു പോയിന്റ് നോട്ട് ചെയ്യുക, അത് ബുദ്ധിയിൽ അതിനെ അയവിറക്കിക്കൊണ്ടിരിക്കുക. ഓം ശാന്തി. को नमस्ते करते
को नमस्ते करते हैं, सारा जग जिनको याद करे, सारा जग जिनको याद करे, वे याद प्यार हमें देते हैं। बच्चों को नमस्ते करते हैं, बाबा कितने निरहंकारी। बाबा मेरे सबसे महान, संसार आपके हाथों में, पर आपने खुद को सौंप दिया है हम बच्चों के हाथों में। मुझसे आगे हो तुम बच्चों, मुझसे आगे हो तुम बच्चों, कह कर के उमंगे भरते हैं। बच्चों को नमस्ते करते हैं, बाबा कितने निरहंकारी। बेहद सेवा अब भी करते, बाबा है आपकी बलिहारी, कहते हैं आप मैं बच्चों का आज्ञाकारी, सेवाधारी। सब काम आप खुद करते हैं, सब काम आप खुद करते हैं, और मान हमारा रखते हैं। बच्चों को नमस्ते करते हैं, बाबा कितने निरहंकारी। हैं आप दया सिंधु बाबा, दिल में जो हमें समा लेते, शिक्षा देते, शक्ति देते, गुण ज्ञान खजाने भर देते। निष्काम आपकी सेवाएं, निष्काम आपकी सेवाएं, उपहार स्वर्ग हमें देते हैं। बच्चों को नमस्ते करते हैं, बाबा